ഓക്കെ, അപ്പോ ഓക്കെ. സോ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണിക അനുബന്ധം, പാവ്ലോവിന്റെ പവിത്ര പറയൂ. പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതനുസരിച്ച് ഒരു നാച്ചുറലായിട്ട് നൈസർഗികമായിട്ടൊരു സ്റ്റിമുലസ് കൊടുത്തപ്പോൾ അതിന് ചോദനവും അതിനൊരു പ്രതികരണം ഉണ്ടായി. പിന്നീട് അത് കൃത്രിമ ചോദനം ഉണ്ടാക്കിയിട്ട് നൈസർഗികമായിട്ടുള്ള പ്രതികരണം കൊണ്ടുവന്നു. മണിയച്ചയുടെ ഇറച്ചി കൊടുത്തപ്പോ. അപ്പൊ അത് ഏതായിരുന്നു? പൗരാണിക അനുബന്ധനം ആയിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഓർമ്മയുണ്ടോ? ട്രയൽ ആൻഡ് എറർ തിയറി. ട്രയൽ ആൻഡ് എറർ തിയറി പഠിച്ചു. ആരുടെയാണ് ട്രയൽ ആൻഡ് എറർ തിയറി? സ്കിന്നർ എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇപ്പൊ അടി തരും. സ്കിന്നർ എന്ന് പറഞ്ഞ മാറിപ്പോയതാണ് സാർ. കുഴപ്പമില്ല, സംഭവിക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. സാരമല്ല, മനസ്സ് മടുക്കണ്ട, നമ്മൾ ഇതെല്ലാം ഇതിനപ്പുറം കണ്ടതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ശരി. അപ്പൊ ആരാണ്? തോണ്ടേക്ക് ആണ് ട്രയൽ ആൻഡ് എറർ തിയറി, അല്ലെങ്കിൽ അതിന് വേറൊരു പേരെന്തോ നമ്മൾ പഠിച്ചല്ലോ, കണക്ഷനിസം. അതെ അതെ, കണക്ഷനിസം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ചോ? ശ്രമ പരാജയ. അത് തന്നെയാണ് ട്രയൽ ആൻഡ് എറർ തിയറിയുടെ മലയാളം വാക്കാണ് എന്ത്? ശ്രമ പരാജയ സിദ്ധാന്തം എന്ന് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ പഠന സിദ്ധാന്തങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് റെക്കോർഡ് ഞാൻ ഇട്ടേക്കാം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ സമയം എടുത്ത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ഒന്ന് ഓർത്തിട്ട് വരാം. പഠന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ പൗരാണിക അനുബന്ധനമായിരുന്നു. അതിനകത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പഠിച്ചത്. ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ ആദ്യമായി പരീക്ഷണം നടത്തിയ ഒരു വ്യക്തിയാണ് പാവ്ലോവ് എന്നും, അനുബന്ധ പ്രതികരണ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണെന്നും, എന്താണ് അനുബന്ധനം എന്നും, അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ സ്റ്റിമുലസ് അല്ലെ, നൈസർഗിക ചോദകവും നൈസർഗിക പ്രതികരണവും, അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ്, കൃത്രിമ ചോദകം കൊടുക്കുന്നത് കൊണ്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും ചർച്ച ചെയ്തു, പഠിച്ചു. അതിനകത്ത് നായയ്ക്ക് ഉമിനീർ സ്രാവം വന്ന അവസ്ഥയൊക്കെ നമ്മൾ പഠിച്ചു. അനുബന്ധനത്തിന് മുൻപും അനുബന്ധന സമയത്തും അല്ലെങ്കിൽ അനുബന്ധനത്തിന് ശേഷവും ഒക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. സമയമില്ല, എന്തായാലും നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ പാവ്ലോവിന്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചു. സാമീപ്യ നിയമം, ചോദകങ്ങളുടെ സാമാന്യവൽക്കരണം, വിലോപം, വിളംബിത അനുബന്ധിത പ്രതികരണം, ചോദക വിവേചനം, പുനഃപ്രാപ്തി. ഇതൊക്കെയായിരുന്നു ആരുടെ? പാവ്ലോവിന്റെ നിയമങ്ങൾ എന്ന് നമ്മൾ പഠിച്ചത്. ഓരോന്ന് നമ്മൾ വ്യക്തമായിട്ടും പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടോണേ. സംബന്ധവാദം അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്ന കണക്ഷനിസം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറിയാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. തോണ്ടേക്കിന്റെ തിയറി ആയിരുന്നു. ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിന് അടിസ്ഥാനം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം അദ്ദേഹം 3 തരത്തിലുള്ള എന്ത് കൊണ്ടുവന്നു? നിയമങ്ങൾ, അല്ലെങ്കിൽ പഠന നിയമത്രയം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പഠന നിയമങ്ങൾ കൊണ്ടുവന്നു. സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്ന സന്നദ്ധതാ നിയമം കൊണ്ടുവന്നു. ഫല നിയമം കൊണ്ടുവന്നു, ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന ഫല നിയമം. അതുപോലെ തന്നെ അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്ന ആ നിയമം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ആവർത്തന പഠനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് ആര്? നമ്മുടെ ഈ പറയുന്നത് പോലെ തോണ്ടേക്ക് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇവിടെയും SR റിലേഷൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കുറെ അനുബന്ധ നിയമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ അതൊക്കെ പറഞ്ഞോ അതോ ഇതിൽ നമ്മൾ എത്തിയില്ലേ? ഇവിടെ എത്തി. പ്രക്രിയ അനുബന്ധന 3 നിയമങ്ങൾ വരെയല്ലേ പറഞ്ഞുള്ളൂ? 3 നിയമങ്ങൾ വരെ പറഞ്ഞോളൂ അല്ലെ. 3 നിയമങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോണേ. തോണ്ടേക്കിന്റെ അടുത്ത നിയമങ്ങൾ എന്ന് പറയുന്നത് അനുബന്ധ നിയമങ്ങൾ. കുറച്ച് നിയമങ്ങൾ കൂടെ നമ്മൾ പഠിച്ചു വെക്കാം.
ഇതിനകത്ത് LP-UPക്ക് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഹെഡിങ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ തരത്തിൽ ചോദിച്ചാൽ അത് ആരുടെ നിയമങ്ങളാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത്. എന്നാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണേ, ബഹുവിധ പ്രതികരണ നിയമം എന്താണ്? ബഹുവിധ പ്രതികരണ നിയമം എന്ന് പറയും. എന്താണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബഹുവിധ പ്രതികരണ നിയമം എന്ന് പറയുന്നത്? വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണങ്ങളിൽ എത്തുന്നത് മുൻപ് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കും. ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. നമുക്ക് ആ പൂച്ചയുടെ കാര്യം എടുക്കാം. ആ പൂച്ചയെ ആ പസിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആ ഒരു കൂട്ടിനകത്തേക്ക് ഇട്ടപ്പോ അവൻ എന്ത് ചെയ്തു? ഒരുപാട് തരത്തില്, കാരണം നൂതന സന്ദർഭമാണ്, അവൻ അറിയില്ല അല്ലെ. നമുക്കറിയാം, നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മൾ എവിടെയെങ്കിലും പിടിച്ചെന്ന് അടച്ചിടുക. നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആകെ ഒരു വെപ്രാളം വരും അല്ലെ. പല രീതിയിലുള്ള വെപ്രാളമായിരിക്കും വരുന്നത്. ഇമോഷൻസ് ഇങ്ങനെ മിന്നിമറയും. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്, എന്താ ചെയ്യുക, എങ്ങനെ പോകാൻ പറ്റും അല്ലെ. ജനലിൽ നോക്കും, ജനൽ കള്ളിയിൽ കൂടെ ചാടാൻ പറ്റുമോ എന്ന് നോക്കും, പറ്റുന്നില്ല. വേറെ എന്താ, എയർ ഹോൾ വഴി വിളിച്ചു പോകാൻ നോക്കും, പറ്റുന്നില്ല. ഒരു രക്ഷയില്ല. അപ്പൊ എന്താ അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നു അവിടെ കിടക്കുന്ന ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന്, അല്ലെങ്കിൽ നല്ല ഒരു ഇരുമ്പിന്റെ ഒരു സ്റ്റൂളാണ് എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാം? അതുകൊണ്ട് അടച്ചിട്ട വാതിൽ ഇടിച്ച് തുറക്കാം എന്നുള്ള ഒരു കാര്യം നമ്മളിൽ അങ്ങ് എത്തുകയാണ്. അതാണ് ശരിക്കുമുള്ള ഒരു രീതി. അവിടെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതായിരുന്നു. കാരണം തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡോറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇടിച്ച് പൊട്ടിച്ച്, ഇരുമ്പ് കൊണ്ട് ഇടിച്ച് പൊട്ടിച്ച് പുറത്തിറങ്ങാം. ഇതായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള രീതി. പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്തെല്ലാം രീതികളിൽ കൂടെ ചിന്ത പോയി അല്ലെ. ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസാ. ഓക്കെ, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ചിന്തകൾ പോകുന്നു. വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ, പുതിയതായിട്ടുള്ള ഒരു സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണങ്ങളിൽ എത്തുന്നതിന് മുമ്പ് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നിയമം നോക്കിക്കേ, മനോഭാവ നിയമം, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും അല്ലെ. പലരുടെയും ആറ്റിറ്റ്യൂഡ് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചുമ്മാ കളിക്കുകയാണെങ്കിലും പറയാറുണ്ട്, ഒന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ടെ അല്ലെ, ഈ തരത്തിലൊന്ന് നിന്നേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട റീൽസുകാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. എന്താണ്? ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളത് കാണുന്നതാണ്. അപ്പൊ അതിനകത്ത് പഠനത്തെ വ്യക്തിയുടെ മനോഭാവം അല്ലെങ്കിൽ മനോനില നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാനൊരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്, നമ്മളിപ്പോ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിൽ കുട്ടികളുടെ മനോഭാവം, നിങ്ങളുടെ മനോഭാവം എന്താ? നിങ്ങളുടെ മനോഭാവം, ഇത് വലിയ കാര്യമൊന്നുമില്ല, സൈക്കോളജി അല്ലേ, വായിച്ച് പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? ഒന്നും മനസ്സിലാവില്ല. അപ്പോ എന്താണ്? നന്നായിട്ട് പഠിക്കണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ. ഓക്കെ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ ശ്രദ്ധിക്കും, കൃത്യമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കും. ഇത് ക്ലാസ് റൂമിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. മനോഭാവ നിയമം, ഇത് അനുബന്ധ നിയമങ്ങൾ എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സന്നദ്ധതാ നിയമം അല്ലെ. ഒരു റെഡിനെസ്, കുട്ടികളുടെ റെഡിനെസ് എങ്ങനെ ഉണ്ടാവുന്നത്? അതിന്റെ ഒരു ഫാക്ടർ മനോഭാവമല്ലേ. ആ കുട്ടിയുടെ മനോഭാവം റെഡി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ക്ലാസ്സിൽ കയറി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിപ്പിക്കാനായിട്ട് അങ്ങോട്ട് നിൽക്കുമ്പോൾ കുട്ടികളെല്ലാം അങ്ങോട്ട് ബഹളമാണ്. ഒരു രക്ഷയില്ല, അങ്ങോട്ട് അടിച്ച് തകർക്കുവാണ് അവന്മാര്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു വിലയും അവർ കൽപ്പിക്കുന്നില്ല. നമ്മൾ അവിടെ തോറ്റ് പിന്മാറുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മനോഭാവം ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ പറയുന്നതിലേക്ക് മാറ്റിയെടുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോ മനോഭാവ നിയമം റെഡിനെസ് ആക്കി എടുക്കുക, സന്നദ്ധ നിയമം എന്നുള്ള രീതിയിൽ അവനെ സന്നദ്ധനാക്കി എടുക്കുക എന്നുള്ളതാണ്, റെഡി ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മറ്റൊരു അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോ മനോഭാവ നിയമം, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ. അപ്പൊ ആദ്യത്തെ എന്താ നമ്മൾ പറഞ്ഞ? ബഹുവിധ പ്രതികരണ നിയമം. അപ്പൊ ആ പൂച്ചയുടെ കാര്യം ഓർത്താൽ മതി. ആ ഒരു ഡോറ് തുറക്കുന്നതിന് മുമ്പ് ആ പൂച്ച എന്തെല്ലാം അതിനകത്ത് കിടന്ന് കാണിച്ചു. പക്ഷെ ഇനി മുതൽ അത് തുറന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ പൂച്ചയെ കൊണ്ട് ആ കൂട്ടിനകത്ത് അടച്ചാലോ ഉറപ്പായിട്ടും അവനറിയാം ഏത് ലിവറിൽ പിടിച്ചു വലിച്ചാൽ ആ ഡോറ് തുറക്കുമെന്ന് അല്ലെ. കൃത്യമായിട്ടും അറിയാം. അത് നമ്മള് ശരിയായ പ്രതികരണത്തിന് എത്തുന്നതിന് മുമ്പായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ ശരിയായിട്ടുള്ള പ്രതികരണത്തിൽ എത്തിയാലോ കൃത്യമായിട്ട് നമ്മൾ മുന്നിലേക്ക് പോകും. അടുത്തത് മൂന്നാമത്തത് ഘടകങ്ങളുടെ പ്രഭാവ നിയമം എന്ന് പറയാം. എന്താണത്? ഘടകങ്ങളുടെ പ്രഭാവ നിയമം, ലോ ഓഫ് പൊട്ടൻസി ഓഫ് എലമെന്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. എന്താ അത്? പഠിതാവ് സ്വന്തം ഉൾക്കാഴ്ച അനുസരിച്ച്
പഠന സന്ദർഭത്തെ വിശകലനം ചെയ്ത് പ്രതികരണം അതിന് അനുസരിച്ച് രൂപപ്പെടുത്തുന്നു. ഓക്കെ, പഠിതാവ് സ്വന്തം ഉൾക്കാഴ്ച അനുസരിച്ച് പഠന സന്ദർഭത്തെ വിശകലനം ചെയ്ത് പ്രതികരണം അതിന് അനുസരിച്ച് രൂപപ്പെടുത്തുന്നു. കിട്ടിയോ? അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഘടകങ്ങളുടെ പ്രഭാവ നിയമമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. പൊട്ടൻസി ഓഫ് എലമെന്റ്സ് ആ. നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ, നിങ്ങളെ മുന്നിലേക്ക് നയിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അല്ലെ, നിങ്ങളെ ത്വരിതപ്പെടുത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ കത്തി ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്യേണ്ടത്. അപ്പോ സ്വന്തം ഉൾക്കാഴ്ച അനുസരിച്ച് നമ്മുടെ പഠന സന്ദർഭത്തെ വിശകലനം ചെയ്യാം. പലർക്കും എന്താണ്, നല്ല ഉൾക്കാഴ്ചയുണ്ട്. എന്താ ഉൾക്കാഴ്ച? എനിക്ക് LP-UP എഴുതിയെടുക്കണം, എനിക്ക് LP-UP എഴുതിയെടുക്കണം. ഇത് തന്നെയാണ് ഉറക്കം എഴുന്നേറ്റ ഉടനെ പറഞ്ഞു തുടങ്ങുന്നത്. ഉറങ്ങുന്നത് വരെയും സ്വപ്നം കാണുന്നതും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു കാര്യമില്ല. അപ്പൊ ഉൾക്കാഴ്ച എന്താണോ അതിനനുസരിച്ച് നമ്മുടെ പഠന സന്ദർഭത്തെ വിശകലനം ചെയ്ത് പ്രതികരണം അതിനനുസരിച്ച് രൂപപ്പെടുത്തണം. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് അതാണ്. നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം, മനോഭാവം എല്ലാം അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ട കാര്യങ്ങൾ മുമ്പിലേക്ക് പഠിച്ചു പോകണം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ 3 കിട്ടിയോടാ. ബഹുവിധ പ്രതികരണ നിയമം, മനോഭാവ നിയമം, ഘടകങ്ങളുടെ പ്രഭാവ നിയമം, അല്ലെ? അപ്പം ലോ ഓഫ് പൊട്ടൻസി ഓഫ് എലമെന്റ്സ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. കിട്ടിയോ കുഞ്ഞുങ്ങളെ? അനുബന്ധ നിയമങ്ങൾ കിട്ടിയോ? നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിക്കോളും കേട്ടോ. ഇതിനി ഓർമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, എക്സാമിന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓർമ്മ വരും കേട്ടോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ സ്ട്രെസ് അടിക്കുകയേ വേണ്ട. അടുത്തത് സാദൃശ്യ നിയമം, ലോ ഓഫ് അനലോഗി. നമ്മൾ ഈ സാദൃശ്യ നിയമം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സിമിലാരിറ്റി, ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റാൾട്ടിസത്തിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റാൾട്ടിസത്തിനകത്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ അതല്ല ഇത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ സാദൃശ്യ നിയമം ഒന്നുകിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത്, ഓപ്ഷനകത്ത് മാക്സ് വെർത്തിമറും അതുപോലെ തന്നെ തോണ്ടേക്കും ഒരുമിച്ച് വരില്ല. ഇല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? ലോ ഓഫ് അനലോഗി എന്ന് തന്നെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാദൃശ്യ നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ സിമിലാരിറ്റിയുടെ വാക്കും കൂടെ വരുന്നുണ്ട് മലയാളത്തില്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ സാദൃശ്യ നിയമം ആരുടെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ജസ്റ്റാൾട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാക്സ് വെർത്തിമറും തോണ്ടേക്കും ഉണ്ടെങ്കിൽ ആരുടെ പേര് എഴുതിയാൽ മതി നിങ്ങൾ? സാദൃശ്യ നിയമം വരുവാണെങ്കിൽ അത് ജസ്റ്റാൾട്ടിസം ആണ്. ഇനി അതിനകത്ത് എന്തില്ല? മാക്സ് വെർത്തിമറിന്റെ പേരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരുടെ എഴുതാം? തോണ്ടേക്കിന്റെ പേര് എഴുതാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് എന്താ സാദൃശ്യ നിയമം എന്ന് പറയുന്നത്? സാദൃശ്യം എന്ന് പറഞ്ഞത് സിമിലർ, സമാനമായ മുൻ സന്ദർഭത്തെ എങ്ങനെ പ്രതികരിച്ചു എന്നത് ഇപ്പോഴത്തെ പ്രതികരണത്തെ നിർണ്ണയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു. ഇവിടെ എന്താ? സമാനമായ മുൻ സന്ദർഭത്തെ എങ്ങനെ പ്രതികരിച്ചു എന്നത്. നിങ്ങളുടെ പഴയ LP-UP എക്സാം എടുക്കുക. ഇപ്പോഴത്തെ LP-UP എക്സാമിന് നിങ്ങൾ തയ്യാറാകുന്നതിന് കാരണം എന്താ? മുൻ സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് നിങ്ങൾക്കറിയാം. നല്ലവണ്ണം നിങ്ങൾ പഠിച്ചില്ല, സമയം കൊടുത്ത് പഠിച്ചില്ല, മനസ്സിലാക്കി പഠിച്ചില്ല. അപ്പോ എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള പ്രതികരണം? ഈ പ്രാവശ്യം നമുക്ക് തെറ്റ് വരാൻ നമ്മൾ സമ്മതിക്കില്ല, അല്ലെ? തെറ്റ് വരാൻ നമ്മൾ സമ്മതിക്കില്ല. എന്താ ചെയ്യേണ്ടത്? ഇപ്പോ നമ്മള് സമാനമായ മുൻ സന്ദർഭത്തിൽ എന്താണോ ചെയ്തത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ തെറ്റ് ഇനി ആവർത്തിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അതിന് അനുകൂലമായിട്ട് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് അതിനെ എങ്ങനെ ക്രമീകരിക്കാൻ പറ്റുന്ന രീതിയിൽ, ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് മുൻപിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതാണ് സാദൃശ്യ നിയമത്തിനകത്ത് പറയുന്ന സമാനമായ മുൻ സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിച്ചു എന്നത് ഇപ്പോഴത്തെ പ്രതികരണത്തെ നിർണ്ണയിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു. ഇപ്പൊ നിങ്ങൾ തീ പിടിച്ച് നടക്കുന്നതിന് ഒരു റീസൺ ഈ സാദൃശ്യ നിയമമാണ്. നമ്മൾ സിമിലർ ആയിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെടുത്താം. ഓക്കെ, അടുത്തത് ലോ ഓഫ് പൊളാരിറ്റി. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ധ്രുവീകരണ നിയമം എന്ന് പറയുന്ന ഈ നിയമം. ആദ്യം ഏത് ദിശയിലേക്കാണോ തന്റെ പ്രതികരണം നടന്നത് ആ ദിശയിലേക്ക് തന്നെ തുടർ പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു പ്രവണത നിലനിൽക്കുന്നു. ധ്രുവീകരണ നിയമം. ആദ്യം ഏത് ദിശയിലേക്കാണോ തന്റെ പ്രതികരണം നടന്നത് ആ ദിശയിലേക്ക് തന്നെ വീണ്ടും പ്രതികരണം നടത്തുക.
അപ്പൊ ഇതാണ് ധ്രുവീകരണം, ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഒരു പോളാർ അല്ലെ, പോളാർ എൻഡ്സിലേക്ക് പോവുക എന്നുള്ളത്, അങ്ങോട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. നമ്മൾ ഏത് ദിശയിലേക്കാണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളിപ്പോ ഒരിടത്തേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തപ്പോ അവിടെ നമ്മൾ പ്ലെയിനിലോ അല്ലെങ്കിൽ ട്രെയിനിലോ കയറി പരിചയമില്ല എന്ന് വെച്ചോളൂ. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ബസ്സിലാണ് അല്ലെ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ബസ്സില്ല, പക്ഷെ ബസ്സിനാണെങ്കിൽ കുറെ നേരം നമ്മൾ കാത്തു നിൽക്കണം. പക്ഷെ എന്താണ്, അവിടെ ട്രെയിൻ ഇപ്പൊ ഉടനെ വരും. പക്ഷെ എന്നാലും നമ്മൾ വേണ്ട, ബസ്സിൽ തന്നെ പോയാൽ മതി, കാരണം നമുക്ക് പരിചിതമായിട്ടുള്ളത് അതാണ് അല്ലെ. അപ്പൊ ആ ഒരു ധ്രുവീകരണം, അതൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഏത് ദിശയിലേക്കാണോ തന്റെ പ്രതികരണം നടന്നത്, ആ ദിശയിലേക്ക് തന്നെ തുടർ പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു പ്രവണത നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്താലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ശരിയായിട്ടുള്ള കാര്യത്തിലേക്ക് പോയാലും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, തെറ്റായിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാം പഠിക്കാതിരുന്നാൽ ഈ പരീക്ഷ നടക്കില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നറിയാം. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ LP UPക്കും പരീക്ഷയുടെ തലേ ദിവസമായിട്ടും പലരും എന്ത് ചെയ്തില്ല, പഠിക്കാനായിട്ടുള്ള ഇത് കാണിച്ചില്ല. ഓ കുഴപ്പമില്ല, നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലുണ്ട് ഇതും കൂടെ ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് മനസ്സിലുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് ഏത് വരാം, ഈ ധ്രുവീകരണ നിയമം ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അതാണ് നിങ്ങളെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്നത്. ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ, അത് മാറിക്കോളും. അത് മാറ്റിയെടുക്കുക, നിങ്ങളുടെ മനോഭാവം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും കേട്ടോ. അപ്പൊ അതാണ് ഈ ധ്രുവീകരണ നിയമം, ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് സംയോജിത വ്യതിയാന നിയമം, ദാറ്റ് ഈസ് ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയും. എന്താ അത്? പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് അതിന് കഴിവുണ്ടെങ്കിൽ ചെയ്യാനാകും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഒരു പൂച്ചയുടെ മുന്നിൽ, ഇത് ക്വസ്റ്റ്യൻ ആണേ, ഒരു മുന്നിൽ മീൻ നീട്ടിപ്പിടിച്ചു, എഴുന്നേൽക്കാൻ ആജ്ഞ കൊടുക്കുന്നു. അത് പല തവണ ആവർത്തിച്ചതിന് ശേഷം മീനില്ലാതെ ആജ്ഞാപിക്കുമ്പോൾ പൂച്ച എഴുന്നേൽക്കുന്നു. ഈ പരീക്ഷണത്തിലൂടെയാണ് വ്യതിയാന നിയമം തെളിയിച്ചത്. ഓക്കെ, അസോസിയേറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ടും അറിയാം, ഒരു പുതിയതായിട്ട് പൂച്ചയോ നായയോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന രീതി അല്ലെ, അതിനകത്ത് പൂച്ചയുടെ മുന്നിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മീൻ നീട്ടിപ്പിടിച്ചിട്ട് എഴുന്നേൽക്കാൻ ആജ്ഞാപിക്കും അല്ലെ. ഇങ്ങനെ നീട്ടി സ്റ്റാൻഡപ്പ് എന്ന് നമ്മൾ പല പ്രാവശ്യം പറയും അല്ലെ. നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ടും കുട്ടികളെ പഠിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുമ്പോൾ നമ്മൾ എന്ത് പറയും, യു സ്റ്റാൻഡപ്പ് പ്ലീസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. പലപ്പോഴും നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ കുട്ടി എഴുന്നേറ്റ് നിൽക്കും അല്ലെ. ആ കുട്ടി എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ കുട്ടിക്ക് കൃത്യമായിട്ട് പറയും, ആദ്യം എന്താ പറയുന്നത്, ആദ്യം കമ്പ് നീട്ടിയായിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുക ആ കുട്ടിയുടെ അടുത്ത് അല്ലെ. അങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ എന്താണ്, ആ കുട്ടി പേടിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഇനി കമ്പില്ലാതെ ടീച്ചർ പറഞ്ഞാലും ടീച്ചറിന് ആ സൗണ്ട് കേട്ട കുട്ടി എന്ത് ചെയ്തിരിക്കും, ആണെങ്കിൽ ഇരിക്കും. കാരണം എന്താണ്, കമ്പില്ലെങ്കിലും ശരി ടീച്ചർ ആട്ടി തരും എന്നുള്ള കാര്യം ഉറപ്പാണ് കുട്ടിക്ക് അല്ലെ. ഇത് തന്നെയാണ് സംയോജിത വ്യതിയാന നിയമം, ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിച്ച കുഞ്ഞുങ്ങളെ, പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി, ഇമോഷണൽ ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടല്ലേ, കാരണം ടീച്ചർ വട്ടിയെടുക്കും എന്നുള്ളത് ഒരു വൈകാരിക ബന്ധം തന്നെയാണ്. അവിടെ ഒരു വൈകാരിക ബന്ധമുണ്ട്. ഏതൊരു പ്രതികരണവും അയാൾക്ക് അതിന് കഴിവുണ്ടെങ്കിൽ ചെയ്യാനാകും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് എന്താണ്, അങ്ങനെ അറിയാന്നുള്ളത് കൊണ്ട് ആ പ്രതികരണം വീണ്ടും അദ്ദേഹത്തിന് ചെയ്യാനാകും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് ഈ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടല്ലോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ പൂച്ചയുടെ മുന്നിൽ മീൻ നീട്ടിപ്പിടിച്ചിട്ടുള്ള ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അനുബന്ധ നിയമങ്ങൾ എന്ന് പറയുന്നത്. എത്ര ഉണ്ടാ? 1 മൾട്ടിപ്പിൾ റെസ്പോൺസ്, 2 ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, 3 പൊട്ടൻസി ഓഫ് എലമെന്റ്സ്, 4 ലോ ഓഫ് അനലോഗി, 5 ലോ ഓഫ് പൊളാരിറ്റി, 6 ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ്. ഓക്കെ, അപ്പൊ 3 പ്രധാനപ്പെട്ട പഠന നിയമത്രയോ ഉണ്ട്, 3 നിയമങ്ങളുണ്ട്. അതിന്റെ കൂടെ 6 അനുബന്ധ നിയമങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാം, 3 കൂടെ തന്നെ അനുബന്ധ നിയമങ്ങളും കൂടെ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? തോണ്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ബുദ്ധിമുട്ടുണ്ടോ ഇത് പഠിക്കാൻ? ഒരു പ്രാവശ്യം കൂടെ വായിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? ആർക്കെങ്കിലും മനസ്സിലാവില്ല എന്ന് പറയണം കേട്ടോ. ഷഹന മനസ്സിലായി സാർ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ഒരെണ്ണത്തിലേക്ക് പോവാം, പ്രക്രിയാനുബന്ധനം അല്ലെ.
നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രക്രിയാനുബന്ധനം എന്ന് പറയുന്ന ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറയാം അല്ലെ. ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറയാം. ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ പ്രതികരണത്തിന് അനുബന്ധമായി ചോദകത്തെ രൂപപ്പെടുത്താം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. ഇത് നമ്മുടെ ബിഹേവിയറിസം പഠിക്കുമ്പോൾ JB വാട്സൺ നമ്മൾ പഠിച്ചതാണ്. JB വാട്സൺ ആണ് അതിന്റെ പ്രൊപ്പണന്റ്. എന്താ മലയാളത്തിൽ പറയുക കുഞ്ഞുങ്ങളെ? എന്താ മലയാളത്തിൽ പറയുക? പ്രൊപ്പണന്റിന്റെ മലയാളത്തിൽ എന്താ പറയുക? JB വാട്സൺ ആണ് അതിന്റെ വക്താവാണോ? ആര്യ? പവിത്ര കറക്റ്റ് ആണ്. ഉപജ്ഞാതാവ് അല്ലെ, മലയാളത്തിലുള്ള വാക്ക് പഠിച്ചോണം. ഉപജ്ഞാതാവ് അല്ലെങ്കിൽ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത് ആരാണ്? ഉപജ്ഞാതാവ്. എന്താണ് കുഞ്ഞുങ്ങളെ? ഉപജ്ഞാതാവാണ് പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. വക്താവ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, അഡ്വക്കസി ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിനകത്ത് JB വാട്സന്റെ കൂടെ നിന്ന വക്താക്കളാണ് ഏതൊക്കെ? പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. ഓക്കെ, പ്രധാനപ്പെട്ട ഈ 3 പേരെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ആൾക്കാരുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. പക്ഷെ ഈ 3 പേരുടെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോണം. ആരൊക്കെയാണ്? പാവ്ലോവ്, തോണ്ടേക്ക്, സ്കിന്നർ. ഇതിനകത്ത് പാവ്ലോവും തോണ്ടേക്കും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞ 2 പേരും ഏത് ബന്ധത്തിന്റെ കാര്യമാണ് പറയുന്നത്? SR ബന്ധം അല്ലെ. ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു റെസ്പോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ സ്കിന്നർ പറയുന്നത് RS ബന്ധമാണ്. അതായത് റെസ്പോൺസിനനുസരിച്ച് എന്ത് ചെയ്യുക? സ്റ്റിമുലസ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രതികരണത്തിന് അനുബന്ധമായി ചോദകത്തെ രൂപപ്പെടുത്താം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ഈ RS ബന്ധം കൊണ്ടുവന്നത്? SR ബന്ധത്തിന് പകരം RS ബന്ധം കൊണ്ടുവന്നത് സ്കിന്നർ മാത്രമാണ് കേട്ടോ. സ്കിന്നർ ആണ് കൊണ്ടുവന്നത്. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പുതിയ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഈ സ്കിന്നർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രബന്ധം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓഡിയൻസിനോട് വലിയൊരു ഓഡിയൻസ് ഉണ്ട്, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോ സ്കിന്നർ ഇങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള JB വാട്സന്റെ എന്താണ് പല പ്രബന്ധങ്ങളിൽ നിന്നുള്ള ഈ പറയുന്നത് പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ബിഹേവിയറിസത്തിനെ കുറിച്ചും വർത്തനവാദത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ചേഷ്ടാവാദത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കുറെ ആൾക്കാർ ഉറക്കം തൂങ്ങുന്നു, കുറെ പേര് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുന്നു, കുറെ പേര് ഇരുന്ന് സംസാരിക്കുന്നു, കുറെ പേര് കിടന്ന് ഉറങ്ങുന്നു. ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഓഡിയൻസിനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഈ ഒരു സ്കിന്നർ എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച്. എന്താ ഞാൻ ഇവിടെ പറഞ്ഞത്? സ്കിന്നറിന്റെ കാര്യമോ പറഞ്ഞല്ലേ? ഇത്രയും കാര്യം പറയുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ 2 കൈ അടിച്ച് പറഞ്ഞിട്ട് പറയാം, നമുക്കൊരു കഥ പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ ഈ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെല്ലാം എഴുന്നേറ്റിരുന്നു. ഏത് കഥയാണ് എന്നുള്ള രീതി അല്ലെ. നിങ്ങള് ഇപ്പോ ആനിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ക്ലാസ് റൂമിലേക്ക് പോയപ്പോ ആ കുഞ്ഞുങ്ങളുടെ എന്തായാലും അതുകൊണ്ട് തന്നെയാണ് സ്കിന്നർ ആവാൻ ആർക്ക് താല്പര്യമില്ല? ആനിക്ക് താല്പര്യമില്ല. ആര് മതി? പാവ്ലോവ് മതി എന്നങ്ങ് തീരുമാനിച്ചു അല്ലെ ആനി? പാവ്ലോവ് വെരി ഗുഡ്, നല്ല ടീച്ചർ. പക്ഷെ നിങ്ങൾ എന്താവണോടാ കുഞ്ഞുങ്ങളെ? സ്കിന്നർ ആവണം കേട്ടോ. സ്കിന്നർ ആവണം എന്നാണ് എന്റെ ആഗ്രഹം. പാവ്ലോവ് പോരാ, സ്റ്റിമുലസിന് അനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് പോരാ, റെസ്പോൺസിനനുസരിച്ച് സ്റ്റിമുലസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് റൂമിൽ കുഞ്ഞുങ്ങൾ ബഹളം വെച്ചാൽ എന്ത് കൊടുക്കണം? അതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 20 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 45 മിനിറ്റിന്റെ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു ലെസൺ പ്ലാൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ക്ലാസ് റൂം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഈ LP UP കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ക്ലാസ് റൂം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബുക്കിഷ് ആയിട്ടുള്ള ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാൻ നിൽക്കല്ലേ. എന്തും കൂടെ വേണം. ആ കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് മനസ്സ് തൊട്ട് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ പഠിപ്പിക്കാൻ. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ ഏത് ക്ലാസ്സും നിങ്ങൾ ഉറക്കം തൂങ്ങിയിരുന്നാലും ആ കുഞ്ഞുങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കും. ആ തരത്തിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. ഓക്കെ, അത് എത്രത്തോളം വിജയിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വിജയിപ്പിച്ചെടുക്കാം. എന്താ ചെയ്യാൻ പറ്റുന്നത്? ആ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരു കഥാരൂപത്തിലോ ഒരു പാട്ടിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു കവിതയുടെ രൂപത്തിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവതരിപ്പിക്കാൻ പറ്റും. നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. സ്കിന്നർ പറയുന്നത് പോലെ ക്ലാസ് മുറിയിൽ നിന്ന് ഇറക്കി എന്ത് ചെയ്യണം? വിശാലമായ ലോകത്തേക്ക് കൊണ്ടുപോയി തന്നെ പഠിപ്പിക്കണമെന്നാ. അപ്പൊ അതിനകത്ത് സ്കിന്നർ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ? ആ കുട്ടികളുടെ റെസ്പോൺസ് അനുസരിച്ച് ആ വ്യക്തി എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ ഓഡിയൻസിന്റെ റെസ്പോൺസ് അനുസരിച്ച് ആ വ്യക്തി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു?
അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഇവിടെ ഈ ബന്ധം പറയുന്നത്. സ്കിന്നർ എന്താ ചെയ്തത്? റെസ്പോൺസിനനുസരിച്ച് തന്റെ സ്റ്റിമുലസ് എന്ത് ചെയ്തു? ക്രമീകരിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്തൊന്ന് നോക്കിക്കേ കുഞ്ഞുങ്ങളെ, അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കുന്ന വ്യവഹാരങ്ങളെ ആവർത്തിക്കാനും പ്രതികൂലമായ പ്രതികരണങ്ങൾ ലഭിക്കുന്ന വ്യവഹാരങ്ങളെ ഒഴിവാക്കാനും ഒരു പഠിതാവ് പരിശീലിക്കുന്നതിനെയാണ് പ്രക്രിയാനുബന്ധനം എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറാൻഡ്? എന്ന് പറയുന്നത്? ഇൻവോൾവിംഗ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ബൈ ദ റീഇൻഫോഴ്സിംഗ് ഓർ ഇൻഹിബിറ്റിംഗ് എഫക്ട് ഓഫ് ഇറ്റ്സ് ഓൺ കോൺസിക്വൻസസ് എന്നാണ് പറയുന്നത്. അപ്പോ റീഇൻഫോഴ്സ്മെന്റ്, പ്രബലനത്തിന്റെ പ്രത്യേകത. ഒരു വ്യക്തിയെ നമ്മൾ പ്രബലനം കൊടുക്കുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയിൽ സ്വന്തമായിട്ട് പ്രബലനം കിട്ടുന്നത് എങ്ങനെയാണ്? ഇതിനകത്താണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മെന്ററിനും മാക്സിമം പോയാൽ കൊടുക്കുന്ന ഈ ഒരു മോട്ടിവേഷന്, ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നാലും ആകെ 7, അത് കഴിയുമ്പോൾ നിങ്ങൾ പഴയതുപോലെ ആവും. ഇവിടെ എന്താ വേണ്ടത്? സെൽഫ് മോട്ടിവേറ്റഡ് ആവണം, അല്ലെ? നൻപൻ എന്നൊക്കെ സിനിമയില് നിങ്ങൾ കണ്ടതല്ലേ? എന്താണ് വിജയ് പറയുന്നത്? ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ എന്ന് പറയുന്നത് പോലെ എനിക്കാകും എന്നുള്ള ഒരു രീതിയിൽ, എല്ലാം നല്ലതിന് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തതിനു ശേഷം ആരും നിങ്ങളെ എന്ത് ചെയ്യണ്ട, അപ്രീഷിയേറ്റ് ചെയ്യണ്ട. നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ആകെ വിഷമം വരുന്നത്. വീട്ടുകാർ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യില്ല, നമ്മുടെ വേണ്ടപ്പെട്ടവർ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ സ്കൂളുകാരെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല, മാനേജ്മെന്റ് അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. പക്ഷേ ആരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും? നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരും നിങ്ങളെ പോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? സെൽഫായിട്ട് പറയണം, വെരി ഗുഡ്, അടിപൊളി, നീ ചെയ്തത് സൂപ്പർ ആയിട്ടുണ്ട്, ഇതുപോലെ നീ ഇനിയും ചെയ്യണം എന്നുള്ളത്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഇത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും എന്ന് പറയുന്നത്? ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തി എന്ന് നമുക്ക് പ്രവചിക്കാം. എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും സെൽഫായിട്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടാകും കുഞ്ഞുങ്ങളെ? മറ്റുള്ളവരുടെ അപ്രീസിയേഷന് വേണ്ടിയിട്ട് ചെവി ചായച്ച് നിൽക്കുക അല്ലാതെ സ്വന്തമായിട്ട് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അടിപൊളി, സൂപ്പർ. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനകത്ത് പോത്തൻകോടുകാരുണ്ട് അല്ലെ, അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഈ എക്സാം ഒന്നും അല്ല വലുത്, അല്ലെ? നമ്മളായിരിക്കുക എന്നുള്ളതാണ് വലുത്. ബെസ്റ്റ് LP UP ട്രെയിനിങ് ക്ലാസ്സിൽ കയറിയിരുന്ന ഒരു അധ്യാപകൻ പറയാണ്, കുഞ്ഞുങ്ങളെ LP UP എക്സാം അല്ല വലുത്, നിങ്ങളായിരിക്കുകയാണ് വലുത്. എങ്ങനെയുണ്ട്? നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം പറ. ആര്യ പറയണ, എന്തു പറയുന്നു? അല്ല, നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഫ് ഐ എം നോട്ട് ബിലീവിംഗ് ഇൻ മൈസെൽഫ്, ഐ കാൻറ്റ് അച്ചീവ് എനിത്തിങ്. വെരി ഗുഡ്. അപ്പോൾ ഞാനായിട്ടിരുന്നാലേ പറ്റത്തുള്ളൂ. ഞാനിവിടെ പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കി. വെരി ഗുഡ്. അവിടെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് പഠിക്കണ്ട എന്നല്ല, ആദ്യം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ മനസ്സിലാക്കുക, എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം അർത്ഥമുണ്ടാവും എന്നാണ്, അല്ലെ? ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അത് അർത്ഥമുള്ള കാര്യമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒക്കെ നിങ്ങൾ അർത്ഥമുള്ളതാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, ടോപ്പിക്ക് തീരില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സെറീന ഇവിടെ ഉണ്ടോ? സെറീന പഴയ ക്ലാസ് വല്ല ഓർമ്മ വരുന്നുണ്ടോ സെറീന? ഞാനിപ്പോ പഴയ നോട്ട് വെച്ചോണ്ടിരിക്കണ. ആണോ? ഓക്കെ. എന്തായാലും കുറെ നല്ല ക്ലാസ്സുകൾ, നല്ല ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ശരി, അപ്പൊ എന്തായാലും അത് വഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ടോപ്പിക്സ് തീരില്ല, നമുക്ക് ഓടാം അല്ലെ? അതൊക്കെ ക്ലോസ് ചെയ്യാന്ന് അറിഞ്ഞില്ലേ സാറ്? എന്താടാ? പഴയ പ്ലാറ്റ്ഫോം ഒക്കെ ക്ലോസ് ചെയ്യാൻ പോണെന്നൊക്കെ അറിഞ്ഞില്ലേ നോക്കി. ക്ലോസ് ചെയ്തല്ലോ, ഞാൻ അറിഞ്ഞു, ക്ലോസ് ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞു. അതൊരു നെഞ്ചിലൊരു നീറ്റലായിട്ട് ഇപ്പോഴും കിടക്കുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, പൊക്കോട്ടെ. ഓക്കെ, തിരിച്ചു വരാം. അപ്പൊ പ്രക്രിയ അനുബന്ധനം എന്താന്ന് കിട്ടിയാലോ, ഇതൊറ്റ കാര്യം മാത്രം നിങ്ങൾ പഠിക്കുക. ഇവിടെ സ്കിന്നറിന്റെ പ്രത്യേകത, സ്കിന്നർ എന്താ ചെയ്തത്? SR ബന്ധത്തെ RS ബന്ധമാക്കി മാറ്റിയത് സ്കിന്നർ ആയിരുന്നു. ക്ലിയർ ആയല്ലോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഒന്ന് ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് പോയി. അനുകൂലമായ പ്രതികരണം ലഭിക്കുന്ന വ്യവഹാരങ്ങളെ ആവർത്തിക്കാനും
പ്രതികൂലമായ പ്രതികരണങ്ങൾ ലഭിക്കുന്ന വ്യവഹാരങ്ങളെ ഒഴിവാക്കാനും ഒരു പഠിതാവ് പരിശീലിക്കുന്നതിനെയാണ് പ്രക്രിയ അനുബന്ധനം എന്ന് പറയുന്നത്. അനുകൂലമായ പ്രതികരണം ലഭിക്കുന്ന വ്യവഹാരങ്ങളെ, സമ്മാനം ലഭിക്കുന്ന പ്രതികരണങ്ങളെ അല്ലെങ്കിൽ അത് ലഭിക്കുന്ന പ്രതികരണങ്ങളെ വ്യവഹാരങ്ങളെ ആ കുട്ടി ആവർത്തിക്കും. ഒരു കുട്ടി നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം? അവന് നല്ലൊരു റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിരിക്കണം, നല്ലൊരു പ്രബലനം കൊടുത്തിരിക്കണം, നല്ലൊരു മോട്ടിവേഷൻ കൊടുത്തിരിക്കണം. തീർച്ചയായിട്ടും അവൻ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യവും അവൻ നേടിയെടുത്തിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ആരും വരാൻ നോക്കണ്ട, നിങ്ങൾ തന്നെ കൊടുത്തേക്കും. ഓക്കെ, അപ്പൊ പ്രക്രിയ അനുബന്ധനം കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തയിലേക്ക് പോട്ടെ. ഇതാണ് പ്രക്രിയ അനുബന്ധനത്തിനകത്ത് നമ്മുടെ പ്രാവും അതുപോലെ തന്നെ എലിയും അല്ലെ. സ്കിന്നേഴ്സ് ബോക്സ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം, അല്ലെങ്കിൽ മിറർ ബോക്സ് എന്ന് പറയാം കേട്ടോ. കണ്ണാടിക്കൂട് അല്ലെങ്കിൽ മിറർ ബോക്സ് ഉപയോഗിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? സ്കിന്നറാണ്. മിറർ ബോക്സ് യൂസ് ചെയ്തത് നമ്മുടെ പ്രാവിന്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ സ്കിന്നേഴ്സ് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അത് എലിക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് ഓർത്തു വെക്കാം. ഈ ഒരു പിജിന്റെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ഇതിന് പറയുന്നത് നമ്മൾ ഷേപ്പിംഗ് എന്നാണ് പറയുന്നത്. ഒരു ബിഹേവിയർ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആദ്യം എന്താണ്, ഫുഡ് കൊടുത്തപ്പോഴത്തേക്ക് ആ പ്രാവിനെ എങ്ങനെ എടുക്കണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ പ്രാവ് എന്ത് ചെയ്തു? അവിടെ ഇവിടെയൊക്കെ കൊത്തി നടന്നു. അപ്പൊ അവിടെ ഒരു റെഡ് ബട്ടൺ ഉണ്ടായിരുന്നു. ആ റെഡ് ബട്ടണിൽ അബദ്ധവശാൽ എന്ത് ചെയ്തു? ഇങ്ങനെ കൊത്തുകൊണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അതിൽ നിന്ന് കുറെ ധാന്യമണികൾ ആ കൂടിനകത്തേക്ക് വീണു. അപ്പോ എന്ത് ചെയ്തു? അപ്പൊ ഈ പ്രാവിന് മനസ്സിലായി ആ റെഡ് കളറൊന്നും നോക്കാനൊന്നും അറിയത്തില്ല, ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് കൊത്തിയപ്പോഴാണ് അതിനെന്ത് കിട്ടിയത്? നെൽമണികൾ കിട്ടിയത്. അപ്പോ ആ ഒരു പ്രവൃത്തി അത് വീണ്ടും എന്ത് ചെയ്യും? ആ ഒരു റെഡ് ബട്ടണിൽ കൊത്താനായിട്ടുള്ള ഇടവരും. കാരണം അവൻ സമ്മാനിതനാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് മിറർ ബോക്സ് എന്ന് പറയുന്നതും സ്കിന്നേഴ്സ് ബോക്സ് എന്ന് പറയുന്നത്. ഇനി സ്കിന്നറുടെ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആശയം ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുന്ന സ്ലൈഡ്സ് ആണ്. സ്കിന്നറുടെ ആശയങ്ങൾ എന്ന് പറയുമ്പോൾ വ്യവഹാരത്തിന്റെ രൂപപ്പെടുത്തൽ എന്ന് പറയും. ഷേപ്പിംഗ് ദ ബിഹേവിയർ. എന്താ കുഞ്ഞുങ്ങളെ? ഷേപ്പിംഗ് ദ ബിഹേവിയർ എന്താ? വ്യവഹാരത്തിന്റെ രൂപപ്പെടുത്തൽ. പ്രതികരണം തുടർന്നുണ്ടാകുന്ന അനുഭവത്തിന്റെ പ്രേരണയിൽ രൂപപ്പെടുത്തുന്നതും പഠിച്ചെടുക്കുന്നതുമാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് അത് പറഞ്ഞിരിക്കുന്നത്? പ്രതികരണം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രതികരണം എന്ന് പറയുന്നത് തുടർന്നുണ്ടാകുന്ന അനുഭവത്തിന്റെ പ്രേരണയിൽ രൂപപ്പെടുത്തുന്നതും പഠിച്ചെടുക്കുന്നതുമാണ്. അനുയോജ്യമായ പ്രതിഫലം നൽകിക്കൊണ്ട് ഏതൊരു വ്യവഹാരവും രൂപപ്പെടുത്തിയെടുക്കാം എന്നാണ് പറയുന്നത്. ഒരു കുട്ടി, നിങ്ങളുടെ വീട്ടില് കുഞ്ഞുങ്ങളുണ്ടാവും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സഹോദരങ്ങളുണ്ടാവും. അവരോടൊക്കെ നമ്മൾ പ്രവർത്തിച്ച കാര്യം ഒന്ന് ആലോചിച്ചേ. എന്തിനാ ഇത് പഠിപ്പിക്കുന്നേ? നിങ്ങൾ അധ്യാപകരാകാനുള്ള കുട്ടികളാണ്. നിങ്ങൾ അധ്യാപകരായിരിക്കും. ഇപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? അനുയോജ്യമായ പ്രതിഫലം നൽകിക്കൊണ്ട് ഏതൊരു വ്യവഹാരവും രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും അല്ലെ. അവിടെ നമ്മൾ 2 തരത്തിലുള്ള പ്രബലനം പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും. എന്താ അത്? ധനപ്രബലനവും ഋണപ്രബലനവും എന്ന് പറയും. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എന്താണ് എന്ന് ചോദിച്ചാൽ, എന്താ ഈ പ്രബലനം? നമുക്കപ്പോ പ്രബലനം കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ചീത്ത സ്വഭാവത്തെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവത്തെ കൂടുതലായിട്ട് ഷാർപ്പാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനു മുമ്പ് എന്താണ് പ്രബലനം എന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഓരോ പ്രതികരണത്തിന്റെയും അനന്തരഫലമാണ് വ്യവഹാരത്തിന്റെ രൂപപ്പെടലിന് കാരണമാകുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ പ്രതികരണത്തിന്റെയും അനന്തരഫലം അല്ലെ. പഠിതാക്കളിൽ അഭിപ്രേരണ ഉണ്ടാകുന്നതിന് പ്രശംസ, ഗ്രേഡ്, മെഡലുകൾ, സമ്മാനങ്ങൾ തുടങ്ങിയവ നൽകാം എന്നുള്ളതാണ് അല്ലെ. നമ്മളൊക്കെ പണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഷർട്ടില് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡ്രസ്സില് ബാഡ്ജ് കെട്ടി തൂക്കിയിട്ടുണ്ട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുത്തി വെച്ചിട്ടുണ്ട്. എന്താണ്? ക്ലാസ് ലീഡർ, അടിപൊളി അല്ലെ. എന്താണ്? ഹെഡ് ബോയ് അല്ലെങ്കിൽ ഹെഡ് ഗേൾ എന്നൊക്കെ പറയുന്ന കുറെ ബാഡ്ജ് കുത്തി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു നടപ്പുണ്ട് അല്ലെ. സൂപ്പർ നടപ്പാ, അടിപൊളിയാണ്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം എന്റെ പുത്രനും എന്ത് കിട്ടി? അവിടുത്തെ ഈ പറയുന്ന പോലെ ക്ലാസ് ലീഡർ എന്ന് പറയുന്ന ഒരു സമ്മാനം കിട്ടി. ഓക്കെ, ഒരു ബാഡ്ജ് കിട്ടി. ഞാൻ നോക്കിയപ്പോ ഇതെങ്ങനെ കുത്തി വെച്ചുകൊണ്ട് നടക്കാണ്. കുറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അവൻ കുത്തി വെച്ചുകൊണ്ട് നടക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ഊരി വെക്കി, വേണ്ട ഇരുന്നോട്ടെ. എന്താണ്? അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്ന സമയത്തും അത് കുത്തി വെച്ചുകൊണ്ട് നടക്കാം. അപ്പോ ഇത് ഇച്ചിരി വെയിറ്റ് ഉള്ള സാധനമാണ്. ഈ ഷർട്ട് കീറാറായി സത്യം പറഞ്ഞാൽ, ഇത് കുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഊരി വെക്കി, വീട്ടിലേക്ക് പോകുമ്പോ എന്തിനാ അത് കുത്തി തൂക്കിയിട്ടേക്കുന്നത്?
അപ്പം പറഞ്ഞു അപ്പയ്ക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ആ കടയിലൊന്ന് ഇറങ്ങിയാൽ കൊള്ളാമായിരുന്നു. സംഭവം എന്താണ്? ഇതൊന്ന് കാണിക്കണ്ടേ? അടിപൊളി അല്ലെ? അപ്പൊ ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലെ കൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അത് എന്തുമാത്രം സംഭവമാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു ഈ മെഡല്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബാഡ്ജ്. ഒറ്റ കുഞ്ഞുങ്ങൾ തന്നിട്ടില്ലെന്നേ, ഞാൻ എന്ത് ചെയ്യാനാ? ഒരു രക്ഷയില്ല. അവരോട് പലപ്പോഴും ചോദിച്ചു നോക്കി. അപ്പൊ അവരൊറ്റ കാര്യമേ പറഞ്ഞോളൂ, പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്നു. ഇത് പറ്റിയിരുന്നെങ്കിൽ പിന്നെ എന്തോ വേണം അല്ലെ? നമുക്കിതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു ദിവസം ഉണ്ടല്ലോ, കളഞ്ഞു കിട്ടിയുടെ ആ ഒരു ബാഡ്ജ് ഞാൻ കുത്തിവെച്ചു. ഒരു കളഞ്ഞു കിട്ടിയ ബാഡ്ജും വെച്ച് കുത്തി വെച്ചോണ്ട് ഞാൻ എന്ത് ചെയ്തു, വീട്ടിലേക്ക് വന്നു. പക്ഷെ എന്റെ സ്വഭാവം അറിയാന്നുള്ളത് കൊണ്ട് എന്റെ അമ്മ പറഞ്ഞു, ഇത് മര്യാദയ്ക്ക് നീ എന്ത് ചെയ്യുക, സ്കൂളിൽ കൊണ്ടു കൊടുക്കുക. ഇത് നിനക്ക് കിട്ടിയതാണോ എന്ന് പോലും അവർ ചോദിച്ചില്ല. അവരെന്താ പറഞ്ഞത്? കൊണ്ട് പെട്ടെന്ന് സ്കൂളിൽ കൊടുത്തേക്കാൻ പറഞ്ഞു. കൃത്യമായിട്ട് മനസ്സിലായി എന്റെ അല്ല എന്നുള്ളത്. ഓക്കെ, ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ശരി. അപ്പൊ എന്തായാലും ഗ്രേഡ്, മെഡലുകൾ, സമ്മാനങ്ങൾ തുടങ്ങിയവ നൽകുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. കിട്ടിയോടാ? റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഇനി അടുത്തത് നമുക്ക് ഈ പ്രബലനം രണ്ടു തരം. അപ്പൊ പ്രബലനത്തിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? സ്കിന്നറാണ്. അപ്പൊ പ്രബലനം രണ്ട് തരത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ധനപ്രബലനം എന്ന് പറയുന്നു അല്ലെ? ധനപ്രബലനം എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സമ്മാനിതനാവുക. എങ്ങനെയാ അത്? ഒരു വ്യവഹാരത്തെ ശക്തിപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായകവും ചോദകവുമായ പ്രബലനം, ആനുകൂല്യങ്ങളും സമ്മാനം. ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതായത് പ്രശംസ, സമ്മാനം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അധ്യാപകന്റെ ഒരു പുഞ്ചിരി അല്ലെ, തലോടൽ, ഇതാണ് ധനപ്രബലനം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ഉറപ്പായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ക്ലാസ്സിൽ നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളോട് അധ്യാപകൻ പറയണം, സൂപ്പർ, അടിപൊളി, ഒരു കയ്യടി കൊടുക്കുക കൊച്ചിന്, അവനെ കണ്ടുപഠിക്കുക എന്ന് പറയുന്ന ഒരു രീതി. അത്രയും പറഞ്ഞില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാണ്, ആ കുഞ്ഞിനെ നോക്കി ഒന്ന് ചിരിച്ചാലോ അവന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെ? അവന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ അവന്റെ അടുത്ത് ചെന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവനൊന്ന് തലോടുക, അല്ലെങ്കിൽ അവന്റെ പുറത്തും തട്ടി പറയാണ്, മോനെ നീ ചെയ്തത് ഓക്കെയാണ്, സൂപ്പർ, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതാണ് ധനപ്രബലനം എന്ന് പറയുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. കിട്ടിയോടാ? അധ്യാപകന്റെ ഒരു പുഞ്ചിരി, തലോടല്, സമ്മാനം കൊടുക്കുക, പ്രശംസിക്കുക, ആനുകൂല്യങ്ങൾ നൽകുക, ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്? ധനപ്രബലനം എന്ന് പറയുന്നത്. കിട്ടിയോടാ? ഈ ഒരു എക്സാമ്പിൾസ് എല്ലാം കിട്ടിയല്ലോ. ഇനി എന്താ ഋണപ്രബലനം എന്ന് പറയുന്നത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇത് ഋണ എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രബലനം തന്നെയാണ്. എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് ആണ്, പക്ഷെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എന്താ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? അതൃപ്തികരമായതോ അസ്വസ്ഥജനകമായതോ ആയ ഒരു ചോദകത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി നിർദ്ദിഷ്ട വ്യവഹാരത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഋണപ്രബലനം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അതൃപ്തികരമായിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി, ഒരു കുട്ടിയിൽ നിന്ന് അതൃപ്തികരമായിട്ടുള്ളത് അല്ലെങ്കിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദിഷ്ട വ്യവഹാരത്തെ ശക്തിപ്പെടുത്തുക. അപ്പൊ അവിടെ ഫോർ എക്സാമ്പിൾ ഇതാണ്, ഇമ്പോസിഷൻ എഴുതുന്നതിൽ നിന്ന് ഒഴിവാക്കുക. ഇമ്പോസിഷൻ എഴുതുന്നതിൽ നിന്ന് ഒഴിവാക്കുക. അപ്പൊ ഒരു കുട്ടിയോട് പറയുകയാണ്, ഫസ്റ്റ് ഡേ തന്നെ ടീച്ചർ പറയാണ്, നാളെ ഇന്ന് ഒരു എക്സാം നടത്താം, നാളെ ഒരു എക്സാം നടത്താൻ പോവാണ്, നിങ്ങൾ എല്ലാവരും എഴുതണം. നിങ്ങൾ 50 മാർക്കിനാണ് എക്സാം ഇടാൻ പോകുന്നത്. അതിനകത്ത് 30 മാർക്കിൽ ആരെങ്കിലും കുറവ് മേടിച്ചാൽ 50 പ്രാവശ്യം ഓരോന്നും എന്ത് ചെയ്യേണ്ടി വരും? എഴുതേണ്ടി വരും. ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? കുട്ടികൾ പേടിച്ചു അല്ലെ? പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 30-ൽ കുറവുള്ള 3 എണ്ണം ഉണ്ട്. എഴുന്നേറ്റ് നിൽക്കുക, 30-ൽ കുറവുള്ളവന്മാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അപ്പൊ അവന്റെ മനസ്സിൽ വരെയാണ്, ദൈവമേ 50 പ്രാവശ്യം എഴുതിയേ പറ്റുള്ളൂ, എല്ലാ ക്വസ്റ്റ്യനും 50 പ്രാവശ്യം എഴുതിയേ പറ്റുള്ളൂ അല്ലെ? തെറ്റ്. അപ്പൊ ടീച്ചർ പറയാണ്, ഓക്കെ, ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിക്കാം. ഓക്കെ, ഇനി മേലാൽ നിങ്ങൾ പഠിക്കാതെ വരരുത്. നിങ്ങൾ എന്തോ കാരണം കൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് നിങ്ങൾ കാണിച്ചത് ശരിയാണോ? അപ്പൊ കുട്ടികൾ പറയും ഇല്ല. എന്താണ് പഠിക്കാൻ പറ്റാത്തതെന്ന് ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ചേ. അപ്പൊ അവർ ചിന്തിക്കും, ഇപ്രാവശ്യത്തേക്ക് ആ ഒരു തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കുന്നു. കാരണം നിങ്ങൾ കഴിവുള്ള കുട്ടികളാണ്. അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് മേടിക്കുമോ? ഓക്കെ, തീർന്നു.
ഇതാണ് ഋണപ്രബലനം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോസിഷൻ എഴുതുന്നതിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കുന്നത് ഏത് തരത്തിലുള്ള പ്രബലനമാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഋണപ്രബലനം എന്ന് പറയാം, അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നും അല്ലെങ്കിൽ ധനപ്രബലനം എന്നും, എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഋണപ്രബലനം എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? മറക്കില്ലല്ലോ? അടിപൊളിയായിട്ട് മനസ്സിലായി. ഓക്കെ, ശരി. അപ്പൊ പ്രബലനം ആരാ കൊണ്ടുവന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ സ്കിന്നറാണ് പ്രബലനം കൊണ്ടുവന്നത്. അത് ഏതിനകത്തടാ? വ്യവഹാരത്തിന്റെ രൂപപ്പെടുത്തൽ, ഷേപ്പിംഗ് ദ ബിഹേവിയർ. അപ്പൊ പ്രബലനം ഏതിനകത്താ വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. വ്യവഹാരത്തിന്റെ രൂപപ്പെടുത്തലിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ഇത് വരുന്നത്, പ്രബലനം എന്ന് പറയുന്നത് വരുന്നത്. നമുക്ക് രണ്ടായിട്ടും പറയാൻ കേട്ടോ. വ്യവഹാരത്തിന്റെ രൂപപ്പെടുത്തലിനെ കുറിച്ചും റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ചുമാണ് ഇത് പറയുന്നത്. അപ്പൊ അനുയോജ്യമായിട്ടുള്ള പ്രതിഫലം നൽകിക്കൊണ്ട് നമുക്ക് ഏതൊരു വ്യവഹാരത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഏതിനെ കുറിച്ച് പറഞ്ഞത്? റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യം കുറിച്ച് പറഞ്ഞത്. അത് രണ്ട് തരത്തിലുണ്ട്, ധനപ്രബലനവും ഋണപ്രബലനവും. നമ്മൾ ഇനി അടുത്തത് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പഠന ശ്രേണിയിലേക്കാണ്. എന്താ അത്? ക്രമീകൃത പഠന ശ്രേണി എന്ന് പറയും. എന്താണ് ക്രമീകൃത പഠന ശ്രേണി എന്ന് പറയും? ആരുടെ? ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ആരാണ്? ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്. എന്താ കുഞ്ഞുങ്ങളെ? പൗരാണിക അനുബന്ധനവും അതുപോലെ തന്നെ പ്രക്രിയാനുബന്ധനവും ഓർമ്മയുണ്ടോ? പൗരാണിക അനുബന്ധനവും പ്രക്രിയാനുബന്ധനവും ഒക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? പൗരാണിക അനുബന്ധനം നമുക്കറിയാം ആരുടെ ആയിരുന്നു? പാവ്ലോവിന്റെ ആയിരുന്നു. പ്രക്രിയാനുബന്ധനം ആരുടെ ആയിരുന്നു? നമ്മുടെ സ്കിന്നറിന്റെ ആയിരുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പറയാൻ കാരണം. ഓക്കെ, തിരിച്ചു വരാം. പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണതയ്ക്കനുസരിച്ച് ക്രമീകരിക്കുന്നു. എന്താ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച കുഞ്ഞുങ്ങളെ. ലേണിംഗ് ആണ് അല്ലെ? ഹൈറാർക്കി ഓഫ് ലേണിംഗ്. അദ്ദേഹം ഒരു ശ്രേണി ഉണ്ടാക്കിയത് എന്തിനെ കേന്ദ്രീകരിച്ചാണ്? പഠനത്തെ കേന്ദ്രീകരിച്ചാണ് അല്ലെ? എങ്ങനത്തെ ശ്രേണിയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്? ക്രമീകൃത ശ്രേണിയാണ്. ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത്. റോബർട്ട് ഗാഗ്നെ കൊണ്ടുവന്നത്. അപ്പൊ ഇതിനകത്ത് വളരെ അർത്ഥമായിട്ടുള്ള ഒരു കാര്യം കിടപ്പുണ്ട് അല്ലെ? എങ്ങനത്തെ ശ്രേണിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്? ക്രമീകൃത. എന്തിന്റെ ശ്രേണിയാ കൊണ്ടുവന്നത്? പഠനത്തിന്റെ ശ്രേണിയാ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാ ഈ ശ്രേണി ഉണ്ടാക്കിയിരിക്കുന്നത്? എങ്ങനെയാ ഈ ക്രമീകരിച്ചിരിക്കുന്നത്? പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അനലൈസ് ചെയ്ത് അവയെ സങ്കീർണതയ്ക്കനുസരിച്ച് ക്രമീകരിക്കുന്നു. കോംപ്ലക്സ് ടു സിമ്പിൾ അല്ലെ? അല്ലെങ്കിൽ സിമ്പിൾ ടു കോംപ്ലക്സ്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ അതിന്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച്, സങ്കീർണതയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക? ക്രമീകരിക്കുന്ന രീതിയാണ് ക്രമീകൃത പഠന ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം പലതരത്തില് 5 കാറ്റഗറീസ് ആയിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതിനകത്ത് കേട്ടിട്ടുകാരും കൂടെ ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. വെർബൽ ഇൻഫർമേഷൻ ആദ്യത്തേത് എന്താണ്? വെർബൽ ഇൻഫർമേഷൻ ആണ്. രണ്ടാമത്തത് ഇന്റലക്ച്വൽ സ്കിൽസ് ആണ്. ഓക്കെ, ഇന്റലക്ച്വൽ സ്കിൽസ് ആണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറയുന്നത് കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ആണ്. നാലാമത് പറയുന്നത് മോട്ടോർ സ്കിൽസ് ആണ്. അഞ്ചാമത് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ആണ്. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. വെർബൽ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ സ്കിൽസ് ഉണ്ട്, ദെൻ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്, മോട്ടോർ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അങ്ങോട്ട് പോകുമ്പോൾ മലയാളം വാക്കുകൾ പഠിക്കാം. അതിന് മുമ്പായിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞത്. വെർബൽ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ സ്കിൽസ്, കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ്, മോട്ടോർ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പൊ ഇതിനകത്ത് ഇതാണ് കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച്, സങ്കീർണതയ്ക്ക് അനുസരിച്ച് എങ്ങനെ ഗാഗ്നെ ഈ കാര്യം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ LPUPക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഗാഗ്നെയുടെ ക്രമീകൃത പഠന ശ്രേണിയിൽ ആദ്യത്തെ ശ്രേണി എന്താണ്? ആദ്യത്തെ ശ്രേണി എന്താ? സിഗ്നൽ ലേണിംഗ് ആണ്. കേട്ടിട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സിഗ്നൽ ലേണിംഗ് ആണ് ഗാഗ്നെയുടെ ആദ്യത്തെ പഠന ശ്രേണി എന്ന് പറയുന്നത്. ഹൈറാർക്കി ഓഫ് ലേണിംഗിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിഗ്നൽ ലേണിംഗ് ആണ്. സംജ്ഞ പഠനം എന്ന് പറയാം അല്ലെ? സിഗ്നൽ ലേണിംഗ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അവസാനത്തത് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? പ്രോബ്ലം സോൾവിംഗ് ആണ്. ഓക്കെ, പ്രോബ്ലം സോൾവിംഗ് ആണ് അവസാനത്തത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. പ്രോബ്ലം സോൾവിംഗ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ പ്രശ്ന അപഗ്രഥനമാണ്
അവസാനത്തത് എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രശ്ന നിർദ്ധാരണമെന്നോ പ്രശ്ന അപഗ്രഥനമെന്നോ എന്നൊക്കെ നമുക്ക് പറയാം. എന്താണ്? പ്രോബ്ലം സോൾവിങ്. ശരിക്കും പ്രശ്ന നിർദ്ധാരണം എന്ന് പറയുന്നതാണ് കറക്റ്റ് കേട്ടോ, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തത് ഏതാണ് കുഞ്ഞുങ്ങളെ? സിഗ്നൽ ലേണിംഗും എട്ടാമത്തത് പ്രോബ്ലം സോൾവിങ് ആണ്, സംജ്ഞാപഠനവും. അതുപോലെ തന്നെ എട്ടാമത്തത് എന്താണ്? പ്രശ്ന നിർദ്ധാരണം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കിയാലോ? ഓക്കെ ആണോ? ആദ്യത്തെ നമ്മൾ എന്താ പറഞ്ഞേ? സിഗ്നൽ ലേണിംഗ് ആണ്. എന്താ അത്? സംജ്ഞാപഠനം അല്ലെ? സംജ്ഞാപഠനം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മളിതാ ഇതുപോലെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ സിഗ്നൽ ലേണിംഗിൽ എന്ന് പറയുമ്പോൾ ഇത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സിമിലർ ടു ക്ലാസിക്കൽ കണ്ടീഷനിങ്. പൗരാണിക അനുബന്ധനവുമായി ബന്ധപ്പെട്ട ഗാഗ്നിയുടെ ശ്രേണി ഏത് എന്ന് ചോദിക്കാം. ഏതാ ക്വസ്റ്റ്യൻ? പൗരാണിക അനുബന്ധനം. പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധനവുമായി ബന്ധപ്പെട്ട ഗാഗ്നിയുടെ ലേണിംഗ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്ന ഈ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഏതാണ്? ക്രമീകൃത പഠന ശ്രേണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സിഗ്നൽ ലേണിംഗ് ആണ്. സിഗ്നൽ ലേണിംഗ് ആണ്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ കുട്ടിക്ക് പണ്ട് മുതലേ നമുക്കറിയാം എന്താണ്? തീ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. തീ അല്ലെങ്കിൽ ജലം. ഓക്കെ, തീ അല്ലെങ്കിൽ ജലത്തിനോടുള്ള, അല്ലെങ്കിൽ തീ, ജലം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമിനോടുള്ള ഭയം അല്ലെ? പണ്ട് മുതലേ ഉള്ള ഒരു, പണ്ട് മുതലേ നമുക്ക് കിട്ടിയതാ. കാരണം നമ്മൾ കൈ കൊണ്ട് തീക്ക് വെച്ചപ്പോ അല്ലെങ്കിൽ തീയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തപ്പോ പൊള്ളി അല്ലെ? എപ്പോഴും തീ കണ്ടാലും കുട്ടിക്ക് എന്തായിരിക്കും? അതൊരു പേടിയായിരിക്കും. സിഗ്നൽ ലേണിംഗ് ആ. ഓക്കെ, ദെൻ ജലം, വെള്ളത്തിൽ വീണ് പോയിടാ. ഒരു രസം കേൾക്കണോടാ, ഞാന് ടൂർ പോയി കേട്ടോ. മീൻസ് നമ്മുടെ PG പിള്ളേരെയും കൊണ്ട് ടൂർ പോയപ്പോ കൂർഗിലാണ് പോയത്. കൂർഗിൽ പോയിട്ടുണ്ടല്ലോ, അവിടെ ഈ കുട്ട വള്ളമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും കൂർഗിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. യെസ്, അവിടെ കുട്ടവെള്ളം ഉണ്ട് കേട്ടോ. കുട്ടവെള്ളത്തിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പൊ കുട്ടികളെ എല്ലാം ഇരുത്തിയിട്ടുണ്ട്. ഞാനും അതിനകത്ത് അധ്യാപകനായിട്ട് ഇരിക്കുകയാണ്. തൊട്ടടുത്ത് വേറൊരു കുട്ടവെള്ളമുണ്ട്. ആ കുട്ടവെള്ളത്തിലും കുറെ പിള്ളേർ ഇരിപ്പുണ്ട്, ഒരു ടീച്ചറും ഇരിപ്പുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഞങ്ങൾ പോകുന്ന സമയത്ത്, നിങ്ങൾ ഇതിന്റെ പുറത്ത് പോയി പറയില്ലേ, ഓൺലൈൻ ആണ് എന്ന് എനിക്ക് അറിയാം, എന്നാലും കുഴപ്പമില്ല, കണക്കേടാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയില്ലല്ലോ, പുറത്ത് പറയില്ലല്ലോ? ഇല്ല സാർ, ഒട്ടുമില്ല. വെരി ഗുഡ്. അപ്പൊ മനസ്സിലായി, പറയൂല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അറിയാം. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, പറഞ്ഞേക്കാം. അപ്പൊ ഇങ്ങനെ പോയ സമയത്ത് ഇവർക്കൊരു സ്വഭാവമുണ്ട്. ഈ കുട്ടവെള്ളം നിയന്ത്രിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഏകദേശം ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇവര് നമ്മളെ ചവിട്ടി തള്ളിയിടും വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ കുലുക്കി തള്ളിയിടും. അനുഭവിച്ചിട്ടുണ്ടോ ഇത്? ആ സാർ, പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ തള്ളിയിട്ടു. സ്റ്റെഫി, സാരമില്ലടാ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഈ റെക്കോർഡ് ഞാൻ ഇടണോ വേണ്ടെന്നുള്ള കാര്യമാണ് ഇനി തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യേണ്ടി വരും. സാരമില്ല. അപ്പൊ എന്തായാലും ഇത് സംഭവിച്ചതായോണ്ട് കുഴപ്പമില്ല. ഞാൻ അപ്പൊ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, അത് ചെറിയ പ്രായമാണ് എന്ന് ഓർത്തു വെക്കുക. അന്ന് വിചാരിച്ചിട്ട് ഇപ്പം വലിയ പ്രായമൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോഴും ഞാൻ ചെറിയ പ്രായം തന്നെയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് പിന്നെ ഇവാനിയസ് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് കയറിയ 2008 കയറിയ സമയത്ത് ആണ് ഈ ടൂർ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ പോയ സമയത്ത് ഇവൻ വിചാരിച്ചു ഞാനും ആ കുട്ടികളുടെ കൂടെയുള്ള ഏതോ ഒരു കുട്ടിയാണ്, അധ്യാപകനാണെന്ന് ആ മനുഷ്യന് മനസ്സിലായില്ല. ആദ്യം എന്നെ ചവിട്ടി തള്ളിയിട്ടതേ വെള്ളത്തിലേക്ക്, എന്നെ ചവിട്ടി തള്ളിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ജാക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല. സത്യം പറഞ്ഞാൽ എന്റെ തലയാണ് അകത്തേക്ക് പോയത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വെള്ളത്തിനകത്തേക്ക് പോയത് തലയാണ് ആദ്യം പോയത്. ഞാൻ എന്റെ സകല ദൈവങ്ങളെയും കണ്ട ഒരു ദിവസം, അതായത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല, വെള്ളത്തിൽ ചാടി മരിക്കില്ല. കാരണം ഉറപ്പായിട്ടും അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അത്ര അവസ്ഥയായിരുന്നു. ഒരു വിളി മാത്രം കേൾക്കുക, സാറേ എന്താ കേൾക്കുന്നത്? അടുത്ത കുട്ടവഞ്ചിയിലിരുന്ന ഒരു ടീച്ചർ ഇരുന്ന് നിലവിളിക്കുകയാണ്. സാർ അവിടെ പോയി, സാറിനെ കാണാനില്ല, കൊണ്ടുവന്നതല്ലേ, കാണാതെ പോയി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഈ ഒരു ഭയമാണ് നമുക്ക് ഇപ്പോഴും ഉണ്ടാവുക. അപ്പൊ ജലത്തിനകത്ത് ഇറങ്ങുമ്പോൾ ഇപ്പോഴും ആ ഒരു ചെറിയ ഭയം വരാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാറില്ല എന്നുള്ളതാണ്, അല്ലെ? വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ശരി, അപ്പൊ എന്തായാലും തീ, ജലം, ഭയം, എന്തായാലും സിഗ്നൽ ആണ് കേൾക്കുമ്പോൾ എന്റെ കുട്ടവഞ്ചിയുടെ കഥ എന്റെ പിള്ളേര് എന്തായാലും മറന്നു പോകില്ല.
ഓക്കെ, അപ്പൊ എന്താണിത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പൗരാണിക അനുബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ആരുടെ? ഗാഗ്നിയുടെ പഠനശ്രേണിയാണ് അല്ലെ, ക്രമീകൃത പഠനശ്രേണി. അവിടെ പഠിച്ചു ഞാൻ എന്താ പഠിച്ചേ? ജലത്തിന്റെ പ്രത്യേകത ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ ജലത്തിന്റെ ശക്തി എന്താണ് എന്ന് ഞാൻ പഠിച്ചു. ഒരു പക്ഷെ തീയേക്കാളും ശക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയൊരവസ്ഥ, മറ്റത് പൊള്ളുകയെ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ. ഓക്കെ, ജീവശ്വാസം കിട്ടാതെ വരുന്ന ഒരവസ്ഥ എന്താണെന്ന് ഞാൻ അത് പഠിച്ചു അല്ലെ. അതാണ് ഏത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ആ ചിത്രം ഒന്ന് നോക്കിക്കേ കുഞ്ഞുങ്ങളെ. ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ, ഒരു വ്യക്തി മൊബൈൽ ഫോണുമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്, പെട്ടെന്ന് പിന്നിൽ നിന്ന് വരുന്ന ഹോൺ അടി കേൾക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? ആ കാറ് കണ്ടിട്ടല്ല ചാടി മാറുന്നത് അല്ലെ. അവൻ അറിയാം, ഹോൺ കേൾക്കുമ്പോൾ അറിയാം, പണ്ട് മുതലേ അവൻ കാണുന്നതാണ് എന്താണ് ആ കാറിന്റെ ഹോൺ. നമ്മൾ ചിലപ്പോൾ ചില ഹോൺ കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള വണ്ടി വരെ നമ്മൾ തിരിച്ചറിയും, അറിയില്ലേ? ആ ഹോണിന്റെ സൗണ്ട് കൃത്യമായിട്ടും പറയാം, അത് നമ്മുടെ ആളാ വരുന്നേ എന്ന് കൃത്യമായിട്ടും പറയും. ഓക്കെ, ഇതാണ് സിഗ്നൽ ലേണിംഗ്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണോടാ? ഓക്കെ, ശരി. ഇനി അടുത്തത്, നിങ്ങൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ, എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ, അത് ബോർ അടിക്കുവാണോ എന്നൊക്കെ. ബോർ അടിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പറയണം കേട്ടോ. അടുത്ത നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. അടുത്ത എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. ഞാൻ പറഞ്ഞത് ഈ ഒരു ശ്രേണിക്കകത്തുള്ള രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് തന്നെയുണ്ട്, ആ വാക്കിൽ തന്നെയുണ്ട് ചോദക പ്രതികരണ പഠനം. ഓക്കെ, ചോദക പ്രതികരണ പഠനം. ഓക്കെ, ചോദക പ്രതികരണ പഠനം. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ഏതുമായിട്ടാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതികരണത്തിനനുസരിച്ചിട്ടാണ് ചോദകം ക്രമീകരിച്ചത്. ഏതിനകത്ത്? ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങിൽ. ഓപ്പറാൻഡ് കണ്ടീഷനിങ് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത് ചോദക പ്രതികരണ പഠനമാണ് എന്ന് വാക്ക് അവിടെ സൂചിപ്പിക്കുന്നതെങ്കിലും ശ്രദ്ധിക്കുക, നമ്മുടെ പ്രക്രിയ അനുബന്ധനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ശ്രേണി അല്ലെങ്കിൽ പ്രക്രിയ അനുബന്ധനം, സ്കിന്നറിന്റെ പ്രക്രിയ അനുബന്ധനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഗാഗ്നിയുടെ ശ്രേണി ഏതെന്ന് ചോദിച്ചാൽ ഏതാ കുഞ്ഞുങ്ങളെ? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. കാരണം അദ്ദേഹം ഏതിനകത്ത് വരുന്നതാണ്? ബിഹേവിയറിസത്തിനകത്ത് വരുന്നതാണ്. അദ്ദേഹം ആ ഒരു പ്രത്യേക സാഹചര്യത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ആ ബന്ധം മാറ്റിയത്, RS ആക്കി മാറ്റിയത് അല്ലെ, റെസ്പോൺസ് സ്റ്റിമുലസ് ആക്കി മാറ്റിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തനം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിന്തകൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല, കോൺസെപ്റ്റ് ആശയങ്ങൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല. ആരെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രൊപ്പണന്റ് ആയിട്ട് കണ്ടത്? JB വാട്സനെ, ബിഹേവിയറിസത്തിന്റെ JB വാട്സനെ തന്നെയാണ്. അപ്പൊ ചോദക പ്രതികരണ ബന്ധം അല്ലെങ്കിൽ ചോദക പ്രതികരണ പഠനം ഏതുമായിട്ടാണ് എന്ന് ചോദിച്ചാൽ ഏതുമായിട്ടാണ്? സിമിലർ ടു ഓപ്പറാൻഡ് കണ്ടീഷനിങ്. ഓപ്പറാൻഡ് കണ്ടീഷനിങ്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേടാ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ കൃത്യമായിട്ടും നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ട്രാഫിക് ലൈറ്റിൽ റെഡ് കണ്ടാൽ എന്ത് ചെയ്യണം, യെല്ലോ കണ്ടാൽ എന്ത് ചെയ്യണം, ഗ്രീന് കണ്ടാൽ എന്തൊക്കെ ചെയ്യണം അല്ലെ. കൃത്യമായിട്ട് സിഗ്നൽസ് എല്ലാം നമുക്ക് കൃത്യമായിട്ടും അറിയാം. നിർത്തേണ്ടതാണോ, സ്ലോ ആക്കേണ്ടതാണോ, അല്ലെങ്കിൽ റെഡി ആവേണ്ടതാണോ, പോകേണ്ടതാണോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആ ട്രാഫിക് സിഗ്നൽസ് കണ്ടാൽ അറിയാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കുട്ടി, ഇത് ഒരു എക്സാമ്പിൾ ആണ്, ഇത് ചോദിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, അത് ഞാൻ അവിടെ എഴുതിയിട്ടത്. എ ചൈൽഡ് സേസ് പപ്പ അറ്റ് ദ സൈറ്റ് ഓഫ് ഹിസ് ഫാദർ. അച്ഛനെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? പപ്പ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുന്നതിന്റെ റീസൺ ചോദക പ്രതികരണ പഠനത്തിന്റെ കാര്യമാണ് അല്ലെ. ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആണ്, ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആണ്. പണ്ട് കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു എന്താണ് ഇത് പപ്പയാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇതാണ് അപ്പ, ഇതാണ് അപ്പ, ഇതാണ് അമ്മ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുകയാണ് ഇല്ലേ. അമ്മമാരാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അറിവ് കിട്ടുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും അല്ല അതിന് അറിവ് കിട്ടുന്നത്. അതും കൃത്യമായിട്ടും പറഞ്ഞൊരു വ്യക്തിയാണ് ആര്? അമ്മയുടെ മുലപ്പാൽ സ്വീകരിക്കുന്ന സമയത്ത് പോലും കുട്ടിക്ക് അറിയില്ല അത് അമ്മയാണെന്ന്. ആരാ പറഞ്ഞേ? ഞാൻ രണ്ട് വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടോ? രണ്ട് വാക്ക് പറയട്ടെ. ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ്. ആരാണ്? വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലെ. അവിടെ അദ്ദേഹം പറഞ്ഞത് മകന് അമ്മയോടുള്ള ഒരു അട്രാക്ഷൻ, ആകർഷണം, അതുപോലെ മകൾക്ക് അച്ഛനോടുള്ള ഒരു ആകർഷണം,
ഇതിനാണ് അദ്ദേഹത്തിനെ കുറിച്ച് തറച്ചത്, ഈ കാര്യം പറഞ്ഞതുകൊണ്ട്. എന്നാലും നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പെൺമക്കൾക്ക് അച്ഛനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, ആൺമക്കൾക്ക് അമ്മയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ശരിയാണോ? പവിത്ര വല്ലാതെ ചിരിക്കുന്നത് എന്ത് പറ്റി പവിത്ര? ആടി കറക്റ്റ് അല്ലേ പറഞ്ഞത്? സ്നേഹം ഓർത്തു പോയതാ. സ്നേഹം ഓക്കെ ശരി, ഓടിച്ചിട്ട് അടിക്കുമായിരിക്കും. കുഴപ്പമില്ലടാ, കുഴപ്പമില്ല, അതും ഒരു സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ്, സാരമില്ല. നിങ്ങളെ ആരെങ്കിലും കല്ല് വെച്ച് എറിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ടോ? ഇന്നലെ കിട്ടി. കിട്ടി കിട്ടി. അച്ഛൻ്റെ നിന്നാണോ കിട്ടിയത്? അല്ല, കുഞ്ഞിന്റെ 2 വയസ്സുള്ള മോന്റെ കയ്യിൽ നിന്ന്. അത് കിട്ടിയാ? ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. അത് സ്നേഹം കൊണ്ടല്ലേ അവൻ അടിക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് അമ്മ എന്ന് പറയുന്ന അമ്മയോടുള്ള സ്നേഹം കൊണ്ടുള്ള അടിയാണ്, സ്വീകരിക്കുക. നമുക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ കിട്ടത്തുള്ളൂ, നമ്മൾ തള്ളിക്കളയരുത്. സെറീനയോടൊക്കെ ചോദിച്ചു നോക്ക്, സെറീനയൊക്കെ അടി കൊണ്ട് ഒരു വഴിയായതാണ്. മക്കള് പറയാം ഞങ്ങളാന്ന് മാത്രം. ആ പിള്ളേർ അവിടെ ഇരിപ്പുണ്ടോ ഈ ക്ലാസ്സില്? ഉണ്ട്. അവന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചെന്ന് പറഞ്ഞേക്ക് കേട്ടോ, കുറെ നാളായി അവരോടൊക്കെ. യെസ്, ഓക്കെ ശരി ശരി, ഓക്കെ. അപ്പൊ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കിട്ടിയല്ലോ, ചോദക പ്രതികരണ പഠനം. ഓക്കെ, ചോദക പ്രതികരണ പഠനം കിട്ടിയല്ലോ. അപ്പം സിമിലർ ടു ഏതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഏതുമായിട്ട് സിമിലർ ആണ്, സാദൃശ്യമുള്ളതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നറിന്റെ പ്രക്രിയാനുബന്ധനമായിട്ട് അല്ലെങ്കിൽ ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധമുള്ളതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, നമ്മൾ സമയം കളയുന്നില്ല, മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുന്നു, ചെയിൻ ലേണിംഗ്. ഓക്കെ, ചെയിൻ ലേണിംഗ് അടിപൊളി അല്ലെ, സൂപ്പർ. ഈ പിക്ചർ കണ്ടിട്ട് എന്ത് തോന്നുന്നു ആനി? അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയണം. ആര്യ വല്ലാണ്ട് ചിരിക്കുന്നു. ആര്യ, യെസ് സർ. എന്താണ്, എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? അല്ല, ഓട്ടിച്ചിട്ട് ഓരോന്നും പഠിക്കുന്നത് പോലെ തോന്നി. ഓ, അങ്ങനെ തോന്നിയുള്ളൂ, വേറെ ഒന്നും തോന്നിയില്ല. നിങ്ങൾ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. ഓക്കെ, ലക്ഷ്മിയോട് ചോദിക്കാം. ലക്ഷ്മി ഈ ക്ലാസ്സിലെ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ്, പറയണം. എന്ത് തോന്നി? നിന്റെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പറയും. അടുത്ത അച്ഛനും അമ്മയും ഇരിപ്പുണ്ടോ? ഓക്കെ ശരി, ഞാൻ വിചാരിച്ചു അവരിയ്ക്കുന്നതുകൊണ്ടായിരിക്കും പ്രത്യേകമായിട്ടൊന്നും തോന്നാത്തതെന്ന്. ഓക്കെ, അശ്വതി എന്താണോ തോന്നിയത്? അത് കുഞ്ഞിലെ സൈക്കിൾ ഓട്ടിക്കല്ലേ, അപ്പൊ വലുതായി കഴിഞ്ഞിട്ട് വലിയ സൈക്കിൾ കിട്ടുമ്പോ അത് ഓട്ടിക്കും. അങ്ങനെയാണ് തോന്നിയത് അല്ലേ? ഓക്കെ, ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയും ബാക്കിൽ ഇരിക്കുന്ന ഒരു പയ്യനുമാണ്. ഇനി ഒന്ന് തോന്നിക്കേ. അച്ഛനും ആണോ? അച്ഛനും മോളുമാണ്. ഓക്കെ, നല്ല കുട്ടി. ഓക്കെ, സ്റ്റെഫിക്ക് മനസ്സിലായി എന്തോ. സ്റ്റെഫി, ഹലോ സർ. പറഞ്ഞോളൂ, പറഞ്ഞു. അച്ഛനും മോളും ആവാനാ ചാൻസ്, കാരണം മറ്റേത് വലിയ സൈക്കിൾ, ഇത് കുഞ്ഞു സൈക്കിളാണ്. ഓ, അതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഹസി ഉറങ്ങിയോ? ഓടെ കാർത്തികോടൊക്കെ സംസാരിച്ച് ഹസി വന്നു. സാർ എനിക്ക് ഒന്നും തോന്നില്ല. ഹസി തോന്നരുത്, ഉറങ്ങിക്കോടാ. ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു ഇതിന്റെ മൈക്ക് പറയുന്നതോളൂ, നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട. കാർത്തിക, എന്താ തോന്നിയത്? പിറകെ പോകുന്നതാണോ? എങ്ങനെയാലും ഫ്രണ്ടിൽ പോയാലും പുറകെ പോയാലും. വേറെന്താ, ആര്യക്ക് ചിരി നിർത്താൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താണ്, ഇതിന്റെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നുള്ള ആര്യക്ക് മനസ്സിലായി. പക്ഷെ അത് പറഞ്ഞാൽ ഇത്രയും പേര് കേൾക്കില്ലേ? എന്നോട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ആര്യ, ആ പുള്ളി ചിലപ്പോ പുറകെ പോയി വായി നോക്കുന്നതായിരിക്കും സാർ, ലൈവ് ഇട്ട് നോക്കുന്നതായിരിക്കും. ആ ഫ്രണ്ടിൽ ആണോ? കൃത്യമായിട്ട് ആനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നില്ല. ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല.
അല്ല, പെൺകുട്ടിയുടെ കണ്ണ് പോകുന്ന കണ്ടു സാറ്. ഒരു കള്ള ലക്ഷണമുണ്ട് ആ പെൺകുട്ടിക്ക്, പുറകിലോട്ട് കണ്ണ് പോകുന്നുണ്ട്. സ്റ്റെഫി നേരത്തെ ആനി കേട്ടായിരുന്നു, സ്റ്റെഫി നേരത്തെ വരെ പറഞ്ഞ അച്ഛനും മോളും. ഇപ്പൊ ആനി പറഞ്ഞപ്പോ സ്റ്റെഫിയുടെ മെസ്സേജ് പൂവാലനെന്ന്. ഓക്കെ, ശരി, അപ്പൊ പോട്ടെ, എന്തായാലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ പുറത്തു പോകുന്നു. നിങ്ങൾ ഭയങ്കര വെടിപ്പായിട്ടാണ് ആൻസർ പറയുന്നത്, കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ശൃംഖലന പഠനം എന്ന് പറയും. എന്താണത്? ശൃംഖലന പഠനം, ചെയിൻ ലേണിംഗ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കണക്ടിങ് ടുഗദർ എ നമ്പർ ഓഫ് ലേൺഡ് റെസ്പോൺസസ് ഇൻ ടു എ സീക്വൻസ്. അതായത് റൈഡിങ് എ ബൈസൈക്കിൾ. ഞാൻ ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം മാത്രമേ പറയുന്നുള്ളൂ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്നത് അല്ലെ, ഞാൻ ഇവിടെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഈ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രണ്ടുപേരെ അവിടെ ഉൾപ്പെടുത്തിയത്. ഇനി ഞാൻ എന്താ ചെയ്ത്, ഞാൻ ഈ ഒരു തെറ്റേ ചെയ്തോളൂ. ഞാൻ ഒരു പ്രാവശ്യം അത് ഉൾപ്പെടുത്തിയ സമയത്ത്, അതായത് ഞാൻ ചെയ്ത തെറ്റിതാണ്, ആദ്യം പോയ പെൺകുട്ടി മാത്രമേ ഞാൻ ആദ്യം ചെയ്ത സ്ലൈഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഞാൻ എന്തിനാ ഈ പെൺകുട്ടികളെ മാത്രം ഉൾപ്പെടുത്തുന്നത്, ആൺകുട്ടികളെ ഉൾപ്പെടുത്തില്ലേന്ന്. അങ്ങനെ ഞാൻ ഒരു ആൺകുട്ടിയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി. ഞാൻ ഈ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തോളൂ, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഞാനപ്പോ ആ ഒരു തുല്യമായിട്ടുള്ള ഒരു പ്രിഫറൻസ് കൊടുത്തു, ഒരു ആൺകുട്ടിയും കൊടുത്തു, അവർ രണ്ടുപേരും സൈക്കിൾ ചവിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തതാണ്. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംഭവമേ അല്ല. ഓക്കെ, ഇങ്ങനെ ഒന്ന് ചിന്തിക്കില്ല കേട്ടോ വെറുതെ. ഓക്കെ, ശരി. അപ്പൊ റൈഡിങ് എ ബൈസൈക്കിൾ എന്ന് പറയുന്ന സംഭവം കിട്ടിയോ? എക്സാമ്പിൾ ഇനി മറക്കരുത്. ശൃംഖലന പഠനം എന്ന് പറയുന്നത് റൈഡിങ് എ ബൈസൈക്കിൾ എന്താ വരുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പണ്ട് സൈക്കിൾ പഠിച്ച കാര്യം ഒന്ന് ഓർത്താൽ മതി, ചെയിൻ ലേണിംഗ് ആണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം സൈക്കിൾ കിട്ടുമ്പോൾ ഒന്ന് ഉരുട്ടി നോക്കും അല്ലെ, ഉരുട്ടി നോക്കും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ബാലൻസ് എങ്ങനെയാണെന്ന് കിട്ടും. അതൊരു കണ്ണിയാണ് അല്ലെ, അതൊരു കണ്ണിയാണ്, നിങ്ങൾ പഠിച്ച ഒരു സ്കീമയാണ്. അടുത്ത എന്താണ്? രണ്ടാമത്തെ സ്കീമയാണ്. എന്ത് സ്കീമ? സ്കീം ആരെ കുറിച്ചാണ് പറഞ്ഞത്? സ്കീമയെ കുറിച്ച് ആരാ പറഞ്ഞേ? അത് ആര് പറഞ്ഞത്? അല്ലേ, അത് ആര് പറഞ്ഞത്? വെരി ഗുഡ്, വെരി ഗുഡ്. എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. കറക്റ്റ് ആണ്. സ്കീമ എന്ന് പറയുന്നത് ആരാ തന്നെ പറഞ്ഞേ? നമ്മുടെ പിയാഷെ തന്നെയാണ് പറഞ്ഞത് അല്ലെ. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ അതിനകത്ത് അപ്പം നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് എന്തായിരിക്കും? നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ കാലിട്ടിട്ട് ഒരു കാല് മാത്രം കൊന്നി 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 നമ്മൾ സൈക്കിൾ ചവിട്ടും. നിങ്ങൾക്ക് ഇത് അനുഭവം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്. പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ കയ്യിൽ സൈക്കിൾ ബാലൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മുകളിൽ കൂടെ കാല് കയറ്റി നമ്മൾ രണ്ട് കാലും കൂടെ പതുക്കെ കയറ്റി ആ ചെയിനിൽ കൂടെ ചവിട്ടും. ആദ്യം അങ്ങനെ ചവിട്ടി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? വീഴും. പിന്നെ എഴുന്നേറ്റ് വീണ്ടും ചവിട്ടും അല്ലെ. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കും. ഇത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഈ ബാലൻസ് കിട്ടുന്നതിന് മുമ്പായിട്ട്, ഇത്രയും സ്പീഡിൽ സൈക്കിൾ ചവിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെല്ലാം കണ്ണികളാണ് അതിനോട് കൂട്ടിച്ചേർത്തത്. ഒരു കാര്യം ഓർക്കണം, ഈ കണ്ണികകൾക്കെല്ലാം സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്ന അവസാനത്തെ പ്രതിഭാസവുമായിട്ട് ബന്ധമുള്ളതല്ലേ അല്ലെ. നിങ്ങൾ വരയ്ക്കുന്ന ഒരു അറിവ് ഈ സൈക്കിൾ ചവിട്ടുന്ന അതിനകത്ത് കൊണ്ട് കൂട്ടിച്ചേർത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ണികളാണ് അല്ലെങ്കിൽ അർത്ഥമുള്ള കണ്ണികളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ ശൃംഖലനം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെയിൻ ലേണിംഗ് എന്താണെന്ന് മനസ്സിലായോ? അതുപോലെ തന്നെയാണ് പ്ലേയിങ് പിയാനോ. ഒരു എക്സാമിന് വന്നതാണ്, പിയാനോ വായിക്കുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഈ ചെയിൻ ലേണിംഗ് ആണ് കേട്ടോ. ചെയിൻ ലേണിംഗിന് ഒരു എക്സാമ്പിൾ ആണ് പിയാനോ വായിക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുക. കാരണം ഇതിനകത്തൊക്കെ കോംപ്ലെക്സ് ആണ് കേട്ടോ, കോംപ്ലെക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആയിരുന്നു. ഏത്? സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് കോംപ്ലെക്സ് ആയിട്ടൊന്നുമില്ല. ട്രാഫിക് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ഏത് കുട്ടികൾക്കും പറ്റും അല്ലെ, ഈ ചെറിയ കുട്ടികൾക്കായിട്ടും പറ്റും. അതിനകത്ത് പ്രത്യേകമായിട്ട് റെഡ് നിർത്താൻ, റെഡ് നിർത്താൻ, റെഡ് നിർത്താൻ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കൃത്യമായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. എന്നാൽ ബൈസൈക്കിൾ കൊണ്ട് കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് ചവിട്ടി കാണിക്കാൻ പറഞ്ഞാൽ അവന് ചവിട്ടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അങ്ങനെ കുറെ അറിവുകൾ ചേർത്ത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യും? അവസാനം അത് നേടിയെടുക്കും. അതാണ് ശൃംഖലന പഠനം അല്ലെങ്കിൽ ചെയിൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങളെ, ഇതും ഏതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്, ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. പക്ഷെ എന്താണത്? കോംപ്ലെക്സ് ആണ് കേട്ടോ, കോംപ്ലെക്സ് ആണ് എന്ന് ഓർത്തു വെക്കുക. കോംപ്ലെക്സ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഇത് മനസ്സിലായോ? ഇത് ഇനി മറന്നു പോകില്ലല്ലോ. ഈ സൈക്കിൾ ഓടുന്ന കാര്യം മറന്നു പോകില്ലല്ലോ. ഓക്കെ അല്ലേ? ചെയിൻ ലേണിംഗ്. സൈക്കിളിന്റെ ചെയിൻ ഓർത്താൽ മതി കേട്ടോ, സൈക്കിളിന്റെ ചെയിൻ ഓർത്താൽ മതി. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് വെർബൽ അസോസിയേഷൻ, ഭാഷാപര സംയോജനം. വെർബൽ അസോസിയേഷൻ, ഭാഷാപര സംയോജനം. അതായത്
നമുക്കറിയാം മലയാളം അല്ലെ, മലയാളം കുട്ടി പഠിക്കുന്നു. നമുക്ക് തിരിച്ചും പറയാം ഇംഗ്ലീഷ് കുട്ടി പഠിക്കുന്നു. മലയാളം പോലെ തന്നെ കുട്ടി എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്. വെർബൽ അസോസിയേഷൻ ആണ്, ഭാഷാപരമായിട്ടുള്ള ഒരു സംയോജനമാണ് അവിടെ നടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബിംബങ്ങളും നേരത്തെ പഠിച്ച വാചിക ബന്ധങ്ങളും തമ്മിൽ ഒരു ശൃംഖല ഉണ്ടാവും. ഏതുണ്ടെങ്കിൽ ഏത് ശ്രേണി കറക്റ്റ് ആയിട്ട് നടന്നാൽ മാത്രമേ ഈ ഭാഷാപര സംയോജനം ഉണ്ടാവുകയുള്ളൂ. ചെയിൻ ലേണിംഗ്, ശൃംഖലന പഠനം കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നന്നായിട്ട് സൈക്കിൾ ചവിട്ടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ അവന് ഈ വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്, ഭാഷാപര സംയോജനം ഉണ്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഒരു ശൃംഖലയിൽ കുറഞ്ഞത് 3 ഘടകങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഭാഷാപരമായ സംയോജനം നടക്കണമെങ്കിൽ മുൻ പഠനത്തിന്റെ സഹായത്തോടെ ചോദകവും ബന്ധപ്പെട്ട പ്രതികരണവും, ചോദകവും ബന്ധപ്പെട്ട പ്രതികരണവുമായിട്ട് ഒരു ശൃംഖലന നടക്കണം. അതായത് എനിക്ക് നന്നായിട്ട് സൈക്കിൾ ചവിട്ടാൻ അറിയാം, പക്ഷേ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ല എങ്കിൽ എനിക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണമെങ്കിൽ എനിക്ക് എന്തറിഞ്ഞിരിക്കണം? കൃത്യമായിട്ടും ചെയിൻ ലേണിംഗ് നടന്നിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഭാഷാപര സംയോജനം എന്ന് പറയുന്നത്. അതായത് മലയാളം ചൈൽഡ് ലേൺ മലയാളം ഇക്വലന്റ് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് പറയുന്ന രീതി, അല്ലെങ്കിൽ തിരിച്ചും പറയാം. അത് കുട്ടികൾ പഠിക്കുന്ന രീതി എങ്ങനെ? നമുക്ക് ചിലപ്പോൾ ചില വാക്കുകളൊക്കെ, എൻ്റെ 3 വയസ്സായ കുഞ്ഞ്, അവള് 2-2.5 ആയപ്പോൾ തന്നെ അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ഈ കുഞ്ഞ് എവിടെന്നാ ഇത് പഠിക്കുന്നതെന്നല്ലേ? ഈ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും അവള് പല കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എന്താ രസകരമായിട്ടാ പറയുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കാറുണ്ട് എന്തൊക്കെ ഈ പറയുന്നതെന്നുള്ളത് അല്ലെ. ചില സമയത്ത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൊലി വിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ അതൊന്നും മനസ്സിലാക്കിയിട്ടല്ല കുഞ്ഞു പറയുന്നത് അല്ലെ. ഇത് ഒരു ഭാഷാപര സംയോജനമാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും അവൻ കണക്ട് ചെയ്ത് കാര്യങ്ങൾ പഠിക്കും. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു പോകുന്നുണ്ടേ. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ബഹുമുഖ വിവേചനം എന്ന് പറയും. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. ഇതിനകത്ത് സവിതയുണ്ടോ? സവിത? ഉണ്ട് സാർ. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആരുടെയാണ്? ഗാർഡനർ. വെരി ഗുഡ്. ഗാർഡനറിന്റെ ആണ് അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് ഒരു മൾട്ടിപ്പിൾ കിട്ടി, ബഹുമുഖ വിവേചനം. എല്ലാവരോടും ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ജസ്റ്റ് ഞാൻ ഇങ്ങനെ സവിതയോട് ചോദിച്ചതേ ഉള്ളൂ, നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. സവിത മാത്രം എന്തുകൊണ്ട് ചോദിക്കുന്നു? നിങ്ങൾ പേടിക്കേണ്ട. ദേവികയ്ക്ക് ഭയങ്കര വിഷമം, നിരഞ്ജനയ്ക്ക് ഭയങ്കര വിഷമം, കൃഷ്ണേന്ദുവിന് ഒരു ഭയങ്കര വിഷമം. എന്താണ്? ഞാനൊന്നും ചോദിക്കുന്നില്ല അല്ലെ, ചോദിക്കുന്നില്ല എന്നൊരു വിഷമം കിടപ്പില്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. നിരഞ്ജന പറഞ്ഞേ ഉള്ളൂടാ ലെഫ്റ്റായി. കുഞ്ഞുങ്ങളെ പോവല്ലേ. ദേവു ആരാ? ദേവു ഉണ്ടോ അവിടെ? അഞ്ചിത? ശരി, ഞാൻ നിങ്ങൾ ആരെയും ദ്രോഹിക്കുന്നില്ല. തിരിച്ചു വരൂ, ആ കുട്ടിയോട് തിരിച്ച് ജോയിൻ ചെയ്തു. നിരഞ്ജന നിരഞ്ജന അവിടെ ഉണ്ടോ? ഞാൻ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞപ്പോഴാണോ നിരഞ്ജന പോയത്? അല്ലല്ല, അത് കഴിഞ്ഞ ഞാൻ വന്നപ്പോ പോയതാ. ശരി മോളെ. അപ്പൊ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്താ? ബഹുമുഖ വിവേചനം. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ബഹുമുഖ വിവേചനം. എന്താ അത്? നമുക്ക് ആ ഒരു കുട്ടിയുടെ കാര്യം എടുക്കുമ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ഇപ്പോ നിറങ്ങളും ആകൃതികളും, ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. നിറങ്ങളും ആകൃതികളും പഠിക്കുമ്പോൾ കുട്ടി ബഹുമുഖ വിവേചനം പഠനം കൈവരിക്കുന്നു. അപ്പോ നിറങ്ങളും ആകൃതികളും ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പ്ലേ വേ മെത്തേഡിലാണ്. എന്ത് മെത്തേഡിലാണ്? പ്ലേ വേ മെത്തേഡിലാണ്. വരൂ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാം. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞേ? അറിയാന്നുള്ളവർ പെട്ടെന്ന് പറ. ഞാനൊക്കെ പണ്ട് LKG UKG പഠിക്കുന്ന സമയത്ത് A for ആപ്പിൾ, B for ബോൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും പഠിച്ചത് അല്ലെ. ഒരു ചാർട്ട് കൊണ്ടിട്ടിട്ട് അതിനകത്ത് ബോൾ കാണിക്കും. C for കാറ്റ് എന്ന് പറയും. പൂച്ചയുടെ പടം കാണിക്കും. പൂച്ചയെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറയില്ല. പൂച്ചയെ കൊണ്ട് ആരും കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല അല്ലെ. ടീച്ചേഴ്സ് പൂച്ചയെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ദാറ്റ്സ് എ പ്ലേ വേ മെത്തേഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരു സംഭവമാണ്. കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആശയം കൊണ്ടുവന്നതാണ്. വെരി ഗുഡ്. ഫ്രോബലാണ് അല്ലെ. ഫ്രോബലാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വന്നത് മോണ്ടിസോറി വന്നപ്പോഴാണ് അല്ലെ. മോണ്ടിസോറി വന്നപ്പോഴാണ്. ഇവിടെ
ബോള് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോ ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു 3 ബോൾ അങ്ങ് കൊടുക്കുക. ഓക്കെ, 3 ബോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കുക, 3 ബോൾ എന്ന് പറയുമ്പോൾ ആ കുട്ടി ബോളിൽ തൊട്ട് മനസ്സിലാക്കുകയാണ് ഇത് ഉരുണ്ട സ്ട്രക്ചറാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് അല്ലെ, വെയിറ്റ് എത്രയുണ്ട്, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അതിന്റെ കൂടെ കുട്ടി വേറൊരു കോൺസെപ്റ്റ് പഠിക്കുന്നു. എന്താണ്? ഈ കൊടുത്ത 3 ബോളിന് 3 കളറാണ്. ആ ടീച്ചർ കൊടുത്ത 3 ബോള് 3 കളറാണ്. വേറൊരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്, 3 ബോളും 3 സൈസാണ്. ഓക്കെ, അപ്പൊ ആ കുട്ടി ഒരേ സമയത്ത് തന്നെ എന്തുമാത്രം ബഹുമുഖ അല്ലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വിവേചിച്ചറിയുന്നു എന്നാണ്. കുറെ അമ്മമാരെ കൊണ്ട് അങ്ങോട്ട് നിർത്തുക. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇറ്റ്സ് മൈ മദർ എന്ന് കുട്ടി തിരിച്ചറിയുന്നത് അല്ലെ. കുട്ടിക്ക് ആദ്യം കൃത്യമായിട്ട് അറിയണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കണ്ണടച്ചു കൊണ്ടുപോയാലും കുട്ടി എന്ത് ചെയ്യും? കൃത്യമായിട്ടും അമ്മയുടെ മണം പിടിച്ചെങ്കിലും എത്തുന്നത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം. അമ്മമാർക്ക് കൃത്യമായിട്ട് പറയാം. ഇതിനകത്തുള്ള അമ്മമാർക്ക് കൃത്യമായിട്ടും അറിയാം. നിങ്ങൾ രാത്രി പാല് കൊടുക്കുന്ന സമയത്ത് കുട്ടി ഉറങ്ങിക്കിടക്കുന്നതാണെങ്കിൽ അവൻ പാല് കുടിക്കാൻ സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ട് അവൻ തിരിഞ്ഞ് എവിടെ വരും? കൃത്യമായിട്ടും പാല് കുടിക്കേണ്ട ഇടത്തേക്ക് വരും അല്ലെ. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ബോധമുണ്ട്. എങ്ങനെ ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് ട്രെയിൻഡ് ആണ്. മൾട്ടിപ്പിൾ ആയിട്ട് അവന് ഡിസ്ക്രിമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ബഹുമുഖ വിവേചനം അവന് കൃത്യമായിട്ടും കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും അച്ഛന്റെ അടുത്തേക്ക് വരത്തില്ല. വരുവോ? വരില്ല. അമ്മയുടെ അടുത്തേക്ക് തന്നെ പോകും. ഞാൻ എത്ര പ്രാവശ്യം എന്റെ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കൃത്യമായിട്ടും അറിയാം എവിടെ ചെന്നാലേ എവിടെ എന്ത് കിട്ടുള്ളൂ, പാല് കിട്ടുകയുള്ളൂ എന്ന് ആ കുഞ്ഞിന് കൃത്യമായിട്ടും അറിയാം. സോ ഇതാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചോദിക്കുമ്പോൾ ഇത് എവിടെയാണ് നിങ്ങൾ സ്കൂളിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓർമ്മയിൽ തങ്ങി നിൽക്കണമെങ്കിൽ ചോദകങ്ങൾ കഴിയുന്നതത്ര വ്യക്തമാക്കി മുൻബന്ധങ്ങളുമായി കൂടിക്കുഴയുന്നത് തടയേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഒരു കാര്യം, നിങ്ങൾ ടീച്ചറായിട്ടുള്ള നിങ്ങൾ ഒരു ക്ലാസ്സിൽ പോയി ഒരു കാര്യം പറയുമ്പോൾ, ഒരു ചോദകം കൊടുക്കുമ്പോൾ, ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അത് പലതരത്തിൽ ചിന്തിക്കാൻ ഇടവരരുത്. ഓക്കെ, കൃത്യമായിട്ടും ആ ആശയത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ചോദ്യങ്ങൾ ആവർത്തിക്കാവൂ എന്നുള്ളതാണ്. ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ നമുക്ക് പറ്റും. ക്വസ്റ്റ്യൻ ചോദിച്ച് തന്നെ നമുക്ക് വരാൻ പറ്റും. ഒരു എൻക്വയറി മെത്തേഡ് തന്നെ ഉണ്ട് അല്ലെ, എൻക്വയറി മോഡൽ തന്നെയുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു ക്ലാരിറ്റി കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് അല്ല അത്, അതല്ല ഇത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ഇത് എവിടെയും നമ്മൾ ഈ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നത് നമ്മൾ എവിടെയും പഠിച്ചല്ലോ, ഈ ബഹുമുഖ വിവേചനം, അസിമിലേഷനും അക്കോമഡേഷനും. എവിടെ? പിയാഷയുടെ എന്തൊക്കെയാണ് പഠിച്ചത്? സ്വാംശീകരണവും സംസ്ഥാപനവും അല്ലെ, സ്വാംശീകരണവും സംസ്ഥാപനവും. അവിടെ പൂച്ചയെ കണ്ടിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? പുലി എന്നൊക്കെ വിളിച്ച് പറയുന്നു. അവസാനം പക്ഷെ എന്ത് ചെയ്യുന്നു? കുട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ബഹുമുഖ വിവേചനം. ഇനി പൂച്ചയും പുലിയും കണ്ടു കഴിഞ്ഞാൽ കുട്ടി എന്തായാലും കൃത്യമായിട്ടും പറയും അത് പൂച്ച, ഇത് പുലി എന്നൊക്കെ കൃത്യമായിട്ട് പറയും. എന്തായാലും ഈ ഒരു മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷനിലേക്ക് കുട്ടി എത്തുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് കോൺസെപ്റ്റ് ലേണിംഗ്, ആശയ പഠനം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം. കോൺസെപ്റ്റ് ലേണിംഗ് എന്താണ്? ആശയ പഠനം. അതായത് നമുക്ക് ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് അല്ലെ, ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട്, ഈ കോൺസെപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആശയദാന മാതൃക. സെറീന മോഡൽ അല്ലേ? ബ്രൂണർ അല്ലേ? വെരി ഗുഡ്, ബ്രൂണർ അല്ലെ. ആശയദാന മാതൃക അല്ലെങ്കിൽ വേറെ പേരെന്താണ്? ആശയ സമ്പാദന മാതൃക. ഓക്കെ, ആശയദാന മാതൃക അല്ലെങ്കിൽ ആശയ സമ്പാദന മാതൃക. ദാറ്റ് ഈസ് കോൺസെപ്റ്റ്. ഇംഗ്ലീഷിൽ എന്ത് പറയാം? വെരി ഗുഡ്, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഓക്കെ, അറ്റൈൻമെന്റ് മോഡലാണ് ആ ഒരു സംഭവം അല്ലെ. അവിടെ കുട്ടി കൃത്യം ആരായിരുന്നു? ബ്രൂണർ അല്ലെ, ബ്രൂണർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം, ബ്രൂണറിന്റെ വേറൊരു ആശയമുണ്ട്. ഏതാത്? നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ ക്ലാസ് കഴിഞ്ഞും പോകുമ്പോ 5ാം ക്ലാസ് എന്താണ്? സ്പൈറൽ കരിക്കുലം. ആര് പറഞ്ഞത്?
ആ വെരി ഗുഡ്. ആനിയാണ് പറഞ്ഞത്. ആ ഇടയ്ക്കൊക്കെ ഓർമ്മ ഉണ്ടല്ലേ. സ്പൈറൽ കരിക്കുലത്തിന്റെ മലയാളം പറ ആനി. ഇല്ലെങ്കിൽ ഷെൻ പറയും. സർപ്പിളല്ലേ? എന്താ? ചാക്രിക ആ പഠനം. സപ്ല. ഓക്കെ, സപ്ല പറയാം. പക്ഷേ അതിനകത്ത് കൃത്യമായിട്ടുള്ള വാക്ക് ചാക്രിക. ആരോഹണം. വെരി ഗുഡ് ഷാൻ. ചാക്രിക ആരോഹണ രീതി കേട്ടോ. ചാക്രിക ആരോഹണ രീതി കേട്ടോ. ഓക്കെ, ശരി. സ്പൈറൽ കരിക്കുലം. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റ് ലേണിംഗ് വന്നപ്പോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ചില്ലറക്കാരല്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അതാണ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വിലയില്ല എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ്. അപ്പൊ കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്ന ആശയ പഠനം. അപ്പൊ നമുക്കറിയാം മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോ അതിനകത്ത് പക്ഷികളിനെയും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ സസ്തിനികളെയും കുറിച്ച് നമ്മൾ തിരിച്ചായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആശയം മനസ്സിലാക്കുന്നു അല്ലെ. പക്ഷികളല്ല മാമൽസ്, സസ്തിനികൾ എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പിക്ചറിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ബേർഡ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കുറെ കോൺസെപ്റ്റ് പഠിക്കുന്നു. അതായത് ഫെതേഴ്സ് ആൻഡ് വിങ്സ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്? പക്ഷികൾക്ക് ചിറകും അല്ലെങ്കിൽ ഈ തൂവലുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പഠിച്ച് നിർത്തിയാൽ തീർന്നില്ല. എന്താണ്? അത് മുട്ടയിടും അല്ലെ, 2 കാലുകളുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ. ഇയർ ഹോൾസ് ഉണ്ട്. ഇയറിന് പകരം അല്ലെങ്കിൽ ചെവിക്ക് പകരം അവിടെ 2 ഹോളുകളാണ്. വാം ബ്ലഡഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ കോൺസെപ്റ്റ് പഠിക്കുക. അവിടെ നമ്മൾ ബേർഡ്സ് എന്ന് പറയുമ്പോൾ പക്ഷികൾ എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. അല്ലെങ്കിൽ വിങ്സും ഫെതേഴ്സും മാത്രമേ ഉള്ളൂ, ചിറകും തൂവലുകൾ മാത്രം എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ അത് ആശയ പഠനത്തിലേക്ക് വരുന്നില്ല. കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവിടെ ചെയിൻ ലേണിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചില്ലെങ്കിൽ എവിടെ എത്തില്ല? ഈ പറയുന്ന കോൺസെപ്റ്റ് ലേണിംഗിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രമീകൃതമായിട്ടുള്ള ഒരു പഠനം അല്ലെ, ക്രമീകൃത പഠന ശ്രേണി എന്ന് പറയാൻ കാരണം അതാണ് കേട്ടോ. ഇത് ഒരു സ്റ്റേജ് പോയ ആ കുട്ടിയുടെ കാര്യം പോക്കാണ്. ഓക്കെ, കമ്മിങ് ടു നെക്സ്റ്റ് സ്റ്റേജ്, പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റൂൾ ലേണിംഗ് അല്ലെങ്കിൽ തത്വ പഠനം എന്ന് പറയാം കേട്ടോ. തത്വ പഠനം എന്ന് പറയാം. ഇത് തത്വം എന്ന് പറയുന്നത് 2ഓ അതിലധികമോ ആശയങ്ങളുടെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ശൃംഖലയാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ കോൺസെപ്റ്റ് അല്ലെ, കോൺസെപ്റ്റ്, ദ റൂൾ ഈസ് എ ചെയിൻ ഓഫ് 2 or more കോൺസെപ്റ്റ്. 1ഓ 2ഓ കോൺസെപ്റ്റുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റൂൾ ആയിട്ട് മാറുന്നത്. 1ഓ 2ഓ അല്ല, 2 or more കോൺസെപ്റ്റ്. 2ഓ അതിൽ കൂടുതലോ ആശയങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് അത് ശരിക്കും ഒരു റൂൾ ആയിട്ട് മാറുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചൈൽഡ് ലേൺസ് ദ പ്രിൻസിപ്പിൾ. ഇവിടെ നോക്കുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. സോളിഡ് ഖരവസ്തുക്കള് ഈ പറയുന്നത് പോലെ സോളിഡ് ഫോമിലുള്ളത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ മെറ്റൽ ബോള് അല്ലെ, നമ്മൾ ഇതിനകത്ത് ഈ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഉറപ്പായിട്ടും കുട്ടി പഠിക്കുന്നു മെറ്റൽസ് എന്ന് പറയുന്നത് ഹീറ്റിങ്ങിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ അവിടെ നമ്മൾ ഖരവസ്തു അല്ലെങ്കിൽ സോളിഡ് ആണെന്നുള്ള കാര്യം ഒരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ, വികസിക്കും എന്ന് പറയുന്നത് മറ്റൊരു കോൺസെപ്റ്റ് ആണ്. എപ്പോഴാണ് അത് വികസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ചൂടാക്കുന്ന സമയത്ത് അത് വികസിക്കും എന്നുള്ളതാണ് മറ്റൊരു കോൺസെപ്റ്റ്. അപ്പൊ ഇങ്ങനെ 2ഓ അതിൽ കൂടുതലോ കോൺസെപ്റ്റുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് പ്രിൻസിപ്പിൾ ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ തത്വമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ കുട്ടി കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, ഇതുകൊണ്ടാണ് നമ്മൾ ആശയ സമ്പാദന മാതൃക ബ്രൂണർ എഡ്യൂക്കേഷനകത്തേക്ക് കൊണ്ടുവരാൻ കാരണം അതാണ്. ആശയ സമ്പാദന മാതൃക കൊണ്ടുവന്നതിന് റീസൺ കോൺസെപ്റ്റ് നന്നായിട്ട് കുട്ടികൾക്ക് കിട്ടിയാൽ, നിങ്ങൾ ഈ പഠിക്കുന്നതിന്റെ ആശയം നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആശയം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അത് മറക്കില്ല. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ മറക്കും. അപ്പൊ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള മനസ്സിലിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റൂൾ എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലിരിക്കും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണ് കുട്ടികളെ പഠിപ്പിക്കാൻ നല്ല രീതിയിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയം മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും നമുക്ക് പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിലോസഫി എന്നൊക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വാ തുറന്നിരിക്കാൻ പോകാൻ കാരണം എന്താണ്? കൃത്യമായിട്ടും നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് അറിയില്ല, തത്വം എന്താണെന്ന് അറിയില്ല. തത്വം എന്താണെന്ന് അറിയണമെങ്കിൽ എന്ത് അറിയണം? അതിന്റെ ആശയങ്ങൾ എന്താണെന്ന് അറിയണം. ആശയങ്ങൾ അറിഞ്ഞാൽ മാത്രമേ തത്വങ്ങൾ അറിയാൻ പറ്റുള്ളൂ. സോ കമ്മിങ് ടു ലാസ്റ്റ് വൺ, പ്രോബ്ലം സോൾവിങ് എന്ന് പറയും. എന്താണ്? പ്രശ്ന നിർദ്ധാരണം എന്ന് പറയും. ഏറ്റവും അവസാനത്തെ ശ്രേണി എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ശ്രേണി നടന്നില്ല എങ്കിൽ നമ്മൾ ഹൈറാർക്കി ഓഫ് നീഡ്സ് പഠിക്കുന്ന പോലെ, ആരുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്?
ആവശ്യകതയുടെ ശ്രേണി ആരുടെയാ? എബ്രഹാം മാസ്ലോ. എബ്രഹാം മാസ്ലോ. അടിപൊളി, സൂപ്പർ, നന്നായിട്ട് നിങ്ങൾ ആൻസർ പറയുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു യു. ഷഹന, ഹൈലി ആക്റ്റീവ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കൃത്യമായിട്ടും കിട്ടുന്നുണ്ട് അല്ലെ? മലയാളം വാക്കുകൾ കിട്ടുന്നുണ്ട്. ആനി, മലയാളം വാക്ക് കിട്ടുന്നുണ്ടോടാ? ആര്യ കുറച്ച് പാടാ സർ, കുഴപ്പമില്ല. ഓക്കെ ആവുന്നുണ്ടോ? സാരമില്ല. കാർത്തിക കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല സർ. പഠിച്ചോണേ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അഞ്ചിത എവിടെ? അഞ്ചിത എവിടെ? ഓക്കെ ആണോ? മോളെ ഓക്കെ ആണോ? ഓക്കെ ആണ്. ദേവു ആരായിരുന്നു? സാർ പറഞ്ഞോളൂ. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു. ഓക്കെ ആണ്. ഓക്കെ. കൃഷ്ണേന്ദു ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ, കഴിച്ചിരിപ്പുണ്ടോന്ന് അറിയണ്ടേ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? സർ ക്ലിയർ ആണ്. ശരി. വയ്യാതിരിക്കുവാണോ? അതെ സർ. ഓക്കെ. ശരി മോളെ. അപ്പൊ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രശ്ന നിർദ്ധാരണം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് പ്രീവിയസ്ലി ലേൺഡ് റൂൾസ് ആൻഡ് കോൺസെപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻ. ഈ പ്രശ്ന നിർദ്ധാരണം എന്ന് പറയുന്നത് നമ്മൾ ഏതിൽ കൂടെയൊക്കെ കടന്നു പോയപ്പോഴാണ് അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തുന്നത്? പ്രശ്ന നിർദ്ധാരണം അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗിലേക്ക് എത്തുന്നത്. കൃത്യമായിട്ട് ആശയവും അല്ലെങ്കിൽ റൂളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കുട്ടി ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അവന്റെ മുൻപിൽ വരുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ എന്താണ് പ്രതികൂലമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രതികൂലമായിട്ട്, അതിനാണല്ലോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, പ്രതികൂലമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യും? അപഗ്രഥിച്ച് കൃത്യമായിട്ടും അതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എത്രയും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു അല്ലെ? കാരണം അവന് കൃത്യമായിട്ട് അറിവ് ലഭിക്കാത്തത് കൊണ്ട് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. കാരണം സ്വന്തമായിട്ടും എന്താണ് അല്ലെങ്കിൽ സ്വയം എന്താണ് എന്ന് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഈ ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകുന്നത്. അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യം, അതിന് ഒരു കാരണം ആരാണ് എന്ന് ചോദിച്ചാൽ പ്രായമുള്ള കുട്ടികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഒരുവിധ അറിവായ കുട്ടികളാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് അറിയോ അതിന് കാരണം ആരാണെന്ന്? റീസൺ ആരാണെന്ന് അറിയും? ആരായിരിക്കും? നമ്മൾ അധ്യാപകരാണ് കേട്ടോ. ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഇന്നൊന്ന് പോയി ചിന്തിക്കണം. ഓക്കെ. നമുക്ക് നമ്മൾ ഈ പറയുന്ന പോലെ പല കുട്ടികൾക്കും ചിലപ്പോൾ ഒരു ആശ്വാസവാക്കായിട്ട് നിൽക്കാൻ പറ്റുന്നത് നമ്മളായിരിക്കും. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അധ്യാപനത്തിന്റെ ഒരു പ്രത്യേകത. അതായത് 24 hours നമ്മൾ അവൈലബിൾ ആയിരിക്കണമെന്നാണ്. നടക്കുമോ? എനിക്കറിയത്തില്ല. നടക്കുമോ? യെസ്. ഓക്കെ, ശരി, ഞാനൊന്നും പറയുന്നില്ല, പോട്ടെ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ ആണോ? അപ്പൊ ഗാഗ്നയുടെ പഠന ശ്രേണി കിട്ടിയല്ലോ, ക്രമീകൃത പഠന ശ്രേണി കിട്ടിയേ? ഓക്കെ, ശരി. സോ ഇവിടെ നിങ്ങൾ കാണുന്ന പിക്ചർ എന്താണെന്ന് മനസ്സിലായോ? ട്രാഫിക് അല്ലെ? ട്രാഫിക്, ഹെവി ട്രാഫിക്, അനങ്ങാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും സവിത? ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കാർ എടുക്കാതെ പോണോ അല്ലേ? ദേവിക, എന്ത് ചെയ്യാൻ പറ്റും? ഒരു സൊല്യൂഷൻ പറഞ്ഞേ നോക്കട്ടെ. തിരിച്ച് വേറെ കുറുക്കുഴിയല്ലോ അറിയാമെങ്കിൽ കാറ് തിരിച്ചെടുത്തു. അടിപൊളി. ഒരു പ്രശ്ന നിർദ്ധാരണം തന്നെയാണ്. കുറുക്കു വഴി നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യാം അല്ലെ? കണ്ടുപിടിക്കും. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് സെറീന. എന്താ ചെയ്യാൻ? പോവരുത്. അതുവഴി പോകരുത്. അതുവഴിയേ പോകാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും നാളെ മുതൽ? അപ്പൊ സ്കൂട്ടി എടുക്കാം, കാർ ഒഴിവാക്കാം. സ്കൂട്ടർ എടുക്കാം. ഓക്കെ, നല്ലൊരു സംഭവമാണ്. വെരി ഗുഡ്. നിരഞ്ജന? പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം സാർ. എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാനിവിടെ
വേറൊരു ട്രാൻസ്പോർട്ടേഷൻ എടുത്തു, നിങ്ങൾ പറയുന്ന പോലെ സ്കൂട്ടിയോ അല്ലെങ്കിൽ സ്കൂട്ടറോ അല്ലെങ്കിൽ സൈക്കിളോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാം, നമുക്കിത് കുറയ്ക്കാനായിട്ട് പറ്റും. ഇവിടെ ഈ പിക്ചറിൽ തന്നെ അതിന്റെ സൊല്യൂഷൻ കിടപ്പുണ്ട് അല്ലെ. ഒരാള് സൈക്കിളിൽ പോകുന്നുണ്ട്. ഓക്കെ, ശരി, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രോബ്ലം സോൾവിങ്, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്ന നിർദ്ധാരണം കിട്ടിയ കുഞ്ഞുങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതാണ് സംഭവം. നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു സ്ലൈഡ് ആക്കി ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വായിച്ച് പഠിക്കാൻ പറ്റുന്ന കേറ്റിട്ടുകാർ ഉറപ്പായിട്ടും പഠിക്കുക. ഇതിനകത്ത് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജ് നമ്മുടെ പൗരാണിക അനുബന്ധനവുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ഓപ്പറാൻഡ് കണ്ടീഷനിങ്, ചെയിൻ ലേണിംഗ് എന്ന് പറയുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറാൻഡ് കണ്ടീഷനിങ് ആണ്. ദെൻ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെർബൽ അസോസിയേഷൻ ലേണിംഗ് എങ്ങനെയാണ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എങ്ങനെയാണ്, കോൺസെപ്റ്റ് ലേണിംഗ് എങ്ങനെയാണ് എന്നൊക്കെ കുറെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ 3 കൃത്യമായിട്ടും പഠിക്കുക. ഇത് LP UPക്കും ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ കേറ്ററ്റിനും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ശരി. സോ കമ്മിങ് ടു വൺ മോർ തിങ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, ദാറ്റ് ഈസ് അന്തർദൃഷ്ടി പഠനം എന്ന് പറയും. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സ് വെർത്തിമർ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്, മാക്സ് വെർത്തിമർ. അതുപോലെ തന്നെ വൂൾഫ് ഗാങ് കോഹ്ലറും കാഫ്കയാണ് വക്താക്കൾ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. വക്താക്കൾ എന്ന് പറയുന്നത് ആരാണ്? കോഹ്ലറും കാഫ്കയും. ദെൻ മാക്സ് വെർത്തിമർ എന്ന് പറയുന്നത് ഉപജ്ഞാതാവാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെപ്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കാഴ്ചപ്പാട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ലോ ഓഫ് പെർസെപ്ഷൻ കൊണ്ടുവന്നത് ആരാണ്? കാഴ്ചപ്പാടിന്റെ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിക്കും. ആരാണ്? മാക്സ് വെർത്തിമർ ആണ്. അപ്പോ ഈ അന്തർദൃഷ്ടി പഠനം എന്ന് പറയുന്ന ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത് ഏതിനകത്താണ് വരുന്നത്? ജസ്റ്റാൾട്ടിസത്തിനകത്ത്. എന്താണ് ജസ്റ്റാൾട്ട് എന്ന് പറയുന്ന പദത്തിനർത്ഥം? ഇത് ജർമ്മൻ പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. രൂപം അല്ലെങ്കിൽ ആകൃതി എന്ന് പറയുന്ന ജർമ്മൻ പദമാണ് ജസ്റ്റാൾട്ട് എന്ന് പറയുന്നത്. അതിന്റെ ജസ്റ്റാൾട്ടിസത്തിന്റെ ഉപജ്ഞാതാവ് മാക്സ് വെർത്തിമർ ആണ്. അദ്ദേഹമാണ് ഈ പറയുന്ന പോലെ കാഴ്ചപ്പാടിന്റെ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന പെർസെപ്ഷൻ, ലോ ഓഫ് പെർസെപ്ഷൻ കൊണ്ടുവന്നത് എന്ന് ഓർത്തു വെക്കാം. ഇനി വൂൾഫ് ഗാങ് കോഹ്ലറും കാഫ്കയുമാണ് ആരെന്ന് പറയുന്നത്? വക്താക്കൾ എന്ന് പറയുന്നത്. അതുപോലെ അന്തർദൃഷ്ടി പഠനത്തിന്റെ ആശയം കൊണ്ടുവന്നത് മാക്സ് വെർത്തിമർ ആണെങ്കിൽ, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്ന അന്തർദൃഷ്ടി പഠനം നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കോഹ്ലർ ആണ്. കൂടുതലായിട്ട് പഠനം നടത്തിയത് ആരാണ്? കോഹ്ലർ ആണ്. അത് ആരല്ല? മാക്സ് വെർത്തിമർ അല്ല. അദ്ദേഹം ആരിലാണ് പഠനം നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. ഇൻസൈറ്റ്ഫുൾ ലേണിംഗിനെ കുറിച്ച്, അന്തർദൃഷ്ടി പഠനത്തിനെ കുറിച്ച് പഠനം നടത്തിയത് സുൽത്താൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൾട്ടൻ എന്ന് പറയുന്ന ചിമ്പാൻസിയിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ പഠനം നടത്തിയത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ അതുകൊണ്ട് ആ സ്പീഡിൽ പോകുന്നു കേട്ടോ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഒരു പിക്ചർ കാണുന്നു. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞേ. അതെ, ഒരു പട്ടി മൂവ് ചെയ്യുന്നു. എന്തുകൊണ്ട് ആര്യക്ക് അത് പട്ടിയാണെന്ന് തോന്നി? എനിക്ക് തോന്നിയത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക് തോന്നിയൊന്നും അറിയില്ല. ഇവിടെ ഒരു വാലുണ്ട്. വാലും കാതും കണ്ടിട്ട്. കാത് അല്ലെ, വെരി ഗുഡ്. കാത് കണ്ടിട്ട് പിന്നെ അത് ഓടുന്ന നല്ല ഒരു പെർഫോമൻസ് അല്ലെ, കൈയും കാലും നീങ്ങുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഏത് നായയാണ്ട, ഏത് പട്ടിയാണിത്? അതും കൂടെ പറ. ഈ കളറാണോ? ഡാൽമേഷ്യൻ അല്ലേ? യെസ്, ഡാൽമേഷ്യൻ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ ഇത് പറഞ്ഞു. പക്ഷെ ഇതെന്താണ്? ഇത് നമ്മുടെ ലോ ഓഫ് പെർസെപ്ഷൻ ആണ്, കാഴ്ചപ്പാടിന്റെ നിയമമാണ് അല്ലെ. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് നായയാണെന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ ഒരു നായയുണ്ടോ? ഇവിടെ ഒരു നായയില്ല. കുറെ ഡോട്ട്സ് മാത്രം മൂവ് ചെയ്യുന്നു അല്ലെ. നമ്മൾ ആ ഡോട്ട്സിനെ വെച്ചിട്ട് എന്ത് ചെയ്തു? രൂപം ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, സോ ഇതാണ് ആ സംഭവം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ, ലോസ് പഠിച്ചപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അപ്രോച്ച് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം എന്ന് പറയുന്നത്. സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം. ഇത് കണ്ടല്ലോ, ഈ പിക്ചർ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്യതാ നിയമത്തിനോട് അല്ലെങ്കിൽ സാദൃശ്യ നിയമം എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താണ്? അപ്പൊ സിമിലാരിറ്റി എന്ന് പറയുന്ന
സാമ്യത അല്ലെങ്കിൽ സാദൃശ്യ നിയമം, രണ്ടും ഒന്നാണ്. സിമിലാരിറ്റി എന്ന് പറയുന്നതിനകത്താണ് ഈ ഒരു പിക്ചർ വരാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു ഇമേജ് തന്നിട്ട് ചിലപ്പോൾ ചോദിക്കും ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഏതുമായിട്ടാണ്? സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം എന്ന് പറയാം. ഓക്കെ, സാദൃശ്യ നിയമം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിനകത്ത് ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. സാമീപ്യ നിയമം. സാമീപ്യ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയും. എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയും? സാമീപ്യ നിയമം. സാമീപ്യ നിയമം. ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ കാണുന്ന താഴെ കാണുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണെന്നറിയാമോ? ഞാൻ ഈ എമ്മഡുകാരെയും കൊണ്ട് ടൂറിന് പോയി. ആനി, നിങ്ങളെ അല്ല കേട്ടോ, നിങ്ങളുടെ തൊട്ട് മുമ്പിലത്തെ ബാച്ചിനെ ആണ് ഞാൻ കൊണ്ടുപോയതെന്നാണ് എന്റെ വിശ്വാസം. ടൂറിന് പോയത് എന്ന് പറയുന്നത് നിങ്ങളെയും കൊണ്ട് ഞാൻ ഇവിടെ പോയോ? അതായത് നമ്മുടെ യൂതന്മാരുടെ പോയോ? നിങ്ങളില്ലായിരുന്നു. യെസ് യെസ്, ആര്യ ഉണ്ടായിരുന്നു. അന്ന് നടന്ന സംഭവം ഓർമ്മയുണ്ടോ ആര്യ? വേറൊന്നുമല്ല, ഈ ജൂതന്മാരുടെ സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പിള്ളേരെയും കൊണ്ട് നടക്കുകയാണ്. അപ്പോ നമ്മുടെ ഡയറക്ടർ പതുക്കെ വരുന്നു. അപ്പൊ അതിന് ഫ്രണ്ടില് ഞാൻ പോകുന്നു, ഈ പെൺകുട്ടികളെല്ലാം പിന്നിലുണ്ട്. അതായത് ഈ പറയുന്ന പോലെ പടവാളം പിടിച്ചുകൊണ്ട് ഒരാളിങ്ങനെ ഫ്രണ്ടിൽ പോകുന്ന നിലയിലാണ് ഞാൻ പോകുന്നത്. പെൺകുട്ടികൾ പിന്നാലെ വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും ബാക്കില് രാകേഷ് സാറ്, മറ്റൊരു അധ്യാപകൻ പിന്നിലുണ്ട്. അപ്പൊ ഇങ്ങനെ ആണ് ഞങ്ങൾ പട കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇങ്ങനെ പട പോകുന്ന സമയത്ത് ഞാൻ കുറച്ചു നേരം നോക്കിയപ്പോ ഈ പിള്ളേരെ കാണാനില്ല. കാരണം ആ ജൂതന്മാരുടെ സ്ട്രീറ്റിൽ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല, വലിയ വണ്ടികളൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പൊ നല്ലതായിട്ട് കാണാനുള്ള സ്ഥലമുണ്ട്. ഞാൻ നോക്കിയപ്പോ ഈ പിള്ളേരെ കാണാനില്ലെന്നേ. എന്താ പറ്റിയതെന്ന് അറിയാമോ? കാണാനില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോ എന്താ പതുക്കെ പതുക്കെ ആടി ഒലഞ്ഞു വരുന്നു. ആര്? രാകേഷ് സാറും ഈ പിള്ളേരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരിടത്ത് നോക്കിയിട്ട് ഇങ്ങനെ അണങ്ങി വാ പിള്ളേരെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലുള്ള ഏതോ ഒന്ന് രണ്ടെണ്ണം എന്ത് ചെയ്തു, എന്റെ ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഞാൻ വലിയ പോസിലൊക്കെ നിന്ന് കൊടുത്ത് എടുത്തോളൂ, ഓക്കെ, കാര്യമായിട്ട് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം എന്താന്ന് മനസ്സിലായോ? ഞാൻ നിന്നതിന്റെ തൊട്ടടുത്ത് ബാറ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഈ പിള്ളേര് പറയാണ് ഞാൻ ഇത്രയും സ്പീഡിന് പോയത് എവിടെ പോയതിനാണ്? മനസ്സിലായല്ലോ? പറഞ്ഞില്ലേ? അത് തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോയി നിന്നെന്നുള്ള, ഞാൻ ആ സ്പീഡിന് പോയി നടന്നു പോയെന്നുള്ള, ഞാൻ എങ്ങനെ പോക്കെ പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എന്താണ് അവിടെ സംഭവം? ഈ പിള്ളേരെ എന്നെ എന്ത് ചെയ്തു? സാമീപ്യ നിയമവുമായിട്ട് കൂട്ടിക്കൊലച്ചു. അതായത് ലോ ഓഫ് പ്രോക്സിമിറ്റി. ഞാൻ ആ ബാറിന്റെ അടുത്ത് നിന്ന് എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തു? അതങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചു. ഈ സാധനമാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സംഭവത്തിന് സമീപത്ത് നിന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമായി മാറുന്ന നിയമമാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. കിട്ടിയോടാ? ഓക്കെ ആണോ? നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു വര. ഓക്കെ, ഈ വരയാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ചെറുതും വലുതുമായിട്ടുള്ള വരകൾ ഇങ്ങനെ ഇട്ടേക്കും. അപ്പോ നമുക്ക് അതിന് സമീപം നിൽക്കുന്ന ഈ വര അതിനോട് ചേർന്നതാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു രീതിയാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ബാറിന്റെ എക്സാമ്പിള് ഞാൻ ഇപ്പൊ അനുഭവത്തിൽ വന്നതാണെങ്കിലും ഈ ഒരു എക്സാമ്പിള് നിങ്ങൾ ഓർത്തു വെച്ചോണം. എന്താണ് കൃത്യമായിട്ട് ഈ തരത്തിലുള്ള ഒരു ചോദ്യം വരാം കേട്ടോ. അടുത്തത് ഇത് അങ്ങനെ ഒരു ചോദ്യമാണ്. ഒരു വ്യക്തി സിനിമാ തിയേറ്ററിന്റെ അടുത്ത് നിൽക്കുന്നു. അതായത് ഇതിനകത്ത് കല്യാണം കഴിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരിങ്ങനെ ഒരു ബസ്സിൽ ഇങ്ങനെ പോവാണ്. പവിത്ര ഇന്നിപ്പോ കുടുംബകലം ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി കാര്യം. പവിത്ര ഇങ്ങനെ ബസ്സിൽ കൂടെ ഇങ്ങനെ പോയ സമയത്തുണ്ടല്ലോ, പവിത്രയുടെ ഹസ്ബൻഡ് ഒരു തിയേറ്ററിന്റെ അടുത്ത് നിൽക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുക? പവിത്ര, എനിക്ക് ഇത്രയൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ, എന്തായിരിക്കും ചെയ്യാ? ദുഷ്ടൻ എന്നെയും കൊണ്ടുപോകാതെ സിനിമയ്ക്ക് പോയി അല്ലേ? പറയില്ലേ? ഉറപ്പായിട്ടും പറയും. പിന്നെ തീർച്ചയായിട്ടും. പാവം മനുഷ്യൻ അതിനടുത്തുള്ള ഒരു ആപ്പിൾ കടയിൽ നിന്ന് 1 കിലോ ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് നിന്നതാണ്. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. കണ്ടല്ലോ, മനസ്സിലായല്ലോ? എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഒന്നും ചോദിച്ചേക്കരുത്. ഓക്കെ, അപ്പൊ അതാണ് ഏതെന്ന് പറയുന്നത് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. കിട്ടിയല്ലോണോ? അടുത്തത് ലോ ഓഫ് കണ്ടിന്യൂറ്റി ആണ് കേട്ടോ. അപ്പം ഈ ഒരു പറയുന്ന ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് തുടർച്ചാ നിയമമാണ് അല്ലെ? കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത്, തുടർച്ച എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഈ പിക്ചറൊക്കെ ഒന്ന് നോക്കിക്കേ. നിങ്ങൾ ഇത്രയും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് ഈ സംഭവത്തിനർത്ഥം.
കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഞാൻ ഈ ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താവേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാൻ സമയമായി എന്നറിയാം, എന്നാലും സമയമില്ലാത്തതുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇതിനകത്ത് എന്താ പറ്റുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ ക്ലാസ്സിലാണ് ആര്യയും ആനിയും സ്റ്റെഫിയും അതുപോലെ തന്നെ നിരഞ്ജനയും ഉള്ളത് എന്ന് വിചാരിക്കുക. ഇതിനകത്ത് ആനി എന്ന് പറയുന്നത് വലിയൊരു ഓട്ടക്കാരിയാണ് കേട്ടോ, വലിയൊരു ഓട്ടക്കാരിയാണ്. അപ്പോ എന്ന് മനസ്സിലേക്ക് വിചാരിക്കാം. അപ്പൊ ക്ലാസ്സിൽ വെച്ചിട്ടാണെങ്കിൽ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനി ഭയങ്കര സംസാരം. അപ്പൊ ഞാൻ എന്താ പറയാ, ആനി മര്യാദയ്ക്ക് ഇരുന്നേ, എനിക്ക് പഠിപ്പിക്കേണ്ടതാണ് എന്ന് ഞാൻ വഴക്ക് പറഞ്ഞു. അല്ലെങ്കിൽ ഈ കൊച്ചി ഇങ്ങനെ തന്നെയാ, ഏത് സമയവും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നെ കൊണ്ട് എന്റെ സ്വഭാവം മാറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസമാണ് അവിടുത്തെ സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആനി അവിടെ വരും. ആനിയുടെ കഷ്ടകാലത്തിന് അതിന്റെ സ്ക്രീനിങ് ഓഫീസർ എന്ന് പറയുന്നത് ഞാനായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ ഓട്ട മത്സരം നടത്തി, അതിനകത്ത് പിള്ളേരുടെ കൂടെ ആനി ഓടി. പക്ഷെ ആനി എന്ത് പറ്റി, തോറ്റുപോയി. ഓക്കെ, ആനിയുടെ പെർഫോമൻസ് മോശമാണ് എന്ന് ഞാൻ എങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് ആനിയെ ഞാൻ സ്ക്രീൻ ചെയ്ത് മാറ്റി. ആനി കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ വരികയാണ്. അപ്പൊ അവിടെ ആരൊക്കെയുണ്ട്, പവിത്രയുണ്ട്, നിരഞ്ജനയുണ്ട്, ആര്യയുണ്ട്. അപ്പൊ അവര് പറയും, കണ്ടോടാ അത് തന്നെ, ഇല്ലെങ്കിലും എനിക്കറിയായിരുന്നു. അപ്പൊ നിരഞ്ജന പറയാണ്, കണ്ടോ സാറ് ഇതിന് എന്തായാലും വൈരാഗ്യം കാണിച്ചതാ, നീ ക്ലാസ്സിലിരുന്ന് സംസാരിച്ചത് കൊണ്ട് സാറ് നിന്റെ കൂടെ വൈരാഗ്യം കാണിച്ചതാണ് എന്ന് പറയുന്നു. അപ്പൊ ആനിക്ക് കൂടുതൽ വിഷമമായി. സത്യം തന്നെയല്ലേ, സംഭവം ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആനി അന്ന് നന്നായിട്ട് ഓടാത്തത് കൊണ്ടാണ് ഞാൻ ആ ആനി എന്ത് ചെയ്തത്, മാറ്റി നിർത്തിയത്. പക്ഷേ ആനിയും നിരഞ്ജനയും പവിത്രയും എന്ത് വിചാരിച്ചു, സാറ് മനഃപൂർവ്വം വൈരാഗ്യം തീർത്തതാണ്. ഇതാണ് കോണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ഒന്ന് വേറൊന്നുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായോടാ? ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, കമ്മിങ് ടു ലാസ്റ്റ് ഒരു സംഭവം കൂടെ കൊടുന്നു. ദർ ഈസ് ലോ ഓഫ് ക്ലോസ്, സമ്പൂർണ അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്ന് പറയും. ലോ ഓഫ് ക്ലോസ്, സമ്പൂർണ അല്ലെങ്കിൽ പരിപൂർത്തി നിയമം എന്ന് പറയാം. ഈ ഒരു പിക്ചർ ഞാൻ കാണിക്കുന്നു. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയാൻ പോകുന്നു. എക്സാമ്പിൾ വേറൊന്നുമല്ല, ഷഹന അവിടെ വീട്ടിന്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോ സെറീന ഒരു മൊബൈൽ ഫോണും ആയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ഇത് സെറീനയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്, സെറീന അല്ല. ഓക്കെ, മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി. സെറീന ഇങ്ങനെ നടന്നു പോവാണ്. സെറീനയുടെ കാതിൽ ഇയർഫോൺ ഇരിപ്പുണ്ട്, ഹെഡ്ഫോൺ ഇരിപ്പുണ്ട്. സെറീന ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷഹന എന്ത് പറയുക? ഷഹന എല്ലാ ദിവസവും ഇങ്ങനെ നിരന്തരം ഈ കാഴ്ച തന്നെയാണ് കാണുന്നത്. ഷഹന എന്ത് പറയും? പെട്ടെന്ന് പറ. ഷഹന എന്ത് പറയും? ഷഹന പോയോ? അങ്ങനെയാണെങ്കിൽ കൃഷ്ണേന്ദു എന്ത് പറയൂടാ? കൃഷ്ണേന്ദുവിന് വയ്യ, വേണ്ട. ദേവു എന്ത് പറയും? എല്ലാ ദിവസവും കാണുന്നുണ്ട് സെറീന അതായത് ഇതുപോലെ ഫോണും പിടിച്ചുകൊണ്ട് പോയി കാതിലും വെച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ എന്തായിരിക്കും പറയാ? വേറൊരു പണിയില്ലേ, വേറെ മുഖത്തേക്കെങ്കിലും ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിക്കാം. എന്താണ്? പരിചയമുള്ള ഒരാളിന്റെ മുഖത്തേക്കെങ്കിലും ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിക്കാം. ഒന്ന് നോക്കിക്കൂടെ എന്ന് വിചാരിക്കാം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കില്ല അല്ലെ? നിങ്ങളൊന്നും ചിന്തിക്കത്തില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആര്യ സതീശനല്ല, മറ്റേ ആര്യ, നമ്മുടെ ആര്യ പറയൂ. ആര്യ എന്ത് വിചാരിക്കും? ആര്യ അല്ല, ഇതിന് എപ്പോഴും ഫോണിലാണല്ലോ എന്ന് വിചാരിക്കും. എപ്പോഴും ഫോൺ കോളിലാണല്ലോ, ആരെയോ വിളിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോവാണല്ലോ എന്നൊക്കെ വിചാരിക്കും അല്ലെ? കറക്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ ആ കുട്ടി പാവം സെറീന എന്ത് ചെയ്യാണ്, ഇപ്രാവശ്യത്തെ LP UP പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടി നിരന്തരം ഷാഫി സാറിന്റെ ക്ലാസ് കേട്ടുകൊണ്ട് നടന്നു പോവുകയായിരുന്നു. യൂട്യൂബ് ക്ലാസ്സിൽ അല്ലെങ്കിൽ റെക്കോർഡ് ഇട്ടതിന്റെ ആ റെക്കോർഡ് കേട്ടോണ്ട് ഇങ്ങനെ നടന്നു പോകുന്നതാണ് കൊച്ച്. പക്ഷെ എന്ത് ചെയ്തു? ആര്യ എന്ത് കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ ദേവു എന്ത് കൂട്ടിച്ചേർത്തു? ആരോ ആയിട്ട് ചൊല്ലിക്കൊണ്ട് പോവാണ് എന്ന് പറയാം. ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് എന്ത് ചെയ്തു, അത് കൂട്ടിച്ചേർക്കുന്ന രീതി, ഇതാണ് ക്ലോസ് എന്ന് പറയുന്നത്. കിട്ടിയോടാ? ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? കാര്യം പിടി കിട്ടിയല്ലോ? ഈ ഒരു സാധനം ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന സംഭവം ഇതാണ്. പണ്ട് PSC ചോദിച്ചുകൊണ്ടിരുന്നതാണ്. എത്ര ട്രയാങ്കിൾ ഉണ്ട് ഈ ചിത്രത്തിൽ? എത്ര ട്രയാങ്കിൾ ഉണ്ട്? പെട്ടെന്ന് കൂട്ടി പറ, എത്ര ട്രയാങ്കിൾ ഉണ്ട്? മിടുക്കികളാണോ നോക്കട്ടെ. 2. ആര്യ
2 ട്രയാങ്കിൾ ഇതിനകത്തുള്ളോ? 4 ഇല്ലേ സാർ? 4 ഉണ്ട്. ഏതൊക്കെയാണ് 4? ഞാൻ എത്രണ്ണം കിട്ടിയെന്ന് ഞാൻ പറയട്ടെ. 8. വെരി ഗുഡ്. ഇതൊരു ട്രയാങ്കിള്. ഓക്കെ, ഇതൊരു ട്രയാങ്കിള്. ഇവിടെ ഒരു ട്രയാങ്കിള്. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിള്. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിള്, ഇവിടെ ഒരു ട്രയാങ്കിള്, ഇവിടെ ഒരു ട്രയാങ്കിള് അല്ലേ? ഇവിടെ ഒരു ട്രയാങ്കിള്, ഇവിടെ ഒരു ട്രയാങ്കിള്. കണ്ടോ എത്ര ട്രയാങ്കിൾ എന്ന് കണ്ടോ? ഇനി എത്ര സർക്കിൾ ഉണ്ട് ഇവിടെ? 3 അല്ലേ? ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ട്രയാങ്കിളും ഇല്ല, സർക്കിളും ഇല്ല അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അതായത് ഇതാണ് ക്ലോസർ. പരിപൂർത്തി വരുത്തുക, പൂർണ്ണത വരുത്തുക എന്നൊക്കെ പറയും. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മൾ പരിപൂർത്തി വരുത്തുക. ഇതിനൊരു എക്സാമ്പിൾ ഇത് കണ്ടോ? ഇതെന്താണ്? ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ക്ലോസർ ആണ്. ഓക്കെ, പരിപൂർത്തിയാണ്, പൂർണ്ണത വരുത്തുക. ദെൻ IBMന്റെ സിംബല് കണ്ടോ? കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. വേറെ ആർക്കും കാണാൻ പറ്റുന്നില്ലടാ? കാണാം. കാണാം ഷേന. കാണാൻ പറ്റുന്നുണ്ട് സാർ. യെസ് ഷേന, എനിക്ക് തോന്നുന്നു നെറ്റ് പ്രോബ്ലം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പൊ ഇതിനകത്ത് പിന്നെ നമ്മുടെ പാണ്ഡയില്ലേ? പാണ്ഡയുടെ ഒരു ലോഗോ കണ്ടിട്ടില്ലേ? WWFന്റെ പാണ്ഡയുടെ ലോഗോ. ആ പാണ്ഡയുടെ ലോഗോ എന്ന് പറയുന്നതും ഏതാണ്? ഈ പറയുന്ന പോലെ ക്ലോസർ ആണ്. നമ്മൾ അവിടെ ശരിക്കും പറഞ്ഞ പാണ്ഡയൊന്നുമില്ല, നമ്മൾ പാണ്ഡയായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുന്ന രീതിയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ ആണോ? നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം കിട്ടിയില്ലേ? ഓക്കെ, നമുക്കിനി ഒരു തിയറിയും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മളത് സ്കീമ, സ്വാംശീകരണം, സംസ്ഥാപനം എന്ന് പറയുന്ന ഈ തിയറി നല്ല മനോഹരമായിട്ട് വിത്ത് എക്സാമ്പിൾ ഞാൻ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതുപോലെ ചിത്രങ്ങളിൽ കൂടെ നമ്മളത് പഠിക്കും കേട്ടോ. അപ്പൊ ഏതായാലും അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും. മിക്കവാറും ചിലപ്പോൾ ഞാൻ നാളെ ഒരു ക്ലാസ്സും കൂടെ ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം സൈക്കോളജി തന്നെയാണ്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് സൈക്കോളജി എനിക്ക് തരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. ബുദ്ധിമുട്ട് വിചാരിക്കില്ല എന്ന് എനിക്കറിയാം. എന്തായാലും മാക്സിമം സമയം ഉള്ളതുപോലെ ഞാൻ തരും. നിങ്ങൾ ക്ലാസ്സിൽ എത്തണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ, അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളെ വെബിനാർ ഇല്ലേ? സോറി, താങ്ക് യു. നാളെ വെബിനാർ ഉണ്ട്. താങ്ക് യു. അതും ആ കാര്യം വിട്ടുപോയി. നാളെ 8 മണി മുതൽ 9 മണി വരെ ഒരു വെബിനാർ ഉണ്ട്. LDC എക്സാമിന് അപ്ലൈ ചെയ്യുന്നവര് എവിടെയാണ് എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് ജില്ലയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന ഒരു സംശയം പല കുട്ടികളും പറഞ്ഞിരുന്നു. അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ ആണ് നാളെ. അപ്പൊ മറന്നു പോകരുത്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിനകത്തേക്കും കിട്ടും. പക്ഷെ നിങ്ങൾ ഒരു ഗ്രൂപ്പിനകത്തേക്ക് ഞാൻ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആ ഗ്രൂപ്പിനകത്തേക്കും ലിങ്ക് വരും. പക്ഷെ നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ ലിങ്ക് ഇടും. അപ്പൊ അതിനകത്തേക്ക് ജോയിൻ ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് ആ ഒരു പിന്നെ സെമിനാറിന്റെ കാര്യം നിങ്ങൾ എത്തിക്കുക. ബിക്കോസ് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു പരസ്യം കാണാത്ത ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സ്റ്റേറ്റസ് അതിന് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്റ്റേറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം പ്ലീസ്. ഈ ഒരു നോട്ടീസ് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. ആ ബ്രോഷർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്രോഷർ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോസ്റ്റർ ഞാൻ നിങ്ങളുടെ എല്ലാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇന്ന് ഒരു ദിവസത്തേക്ക് സ്റ്റേറ്റസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കഴിയുന്ന ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഇട്ട് കൊടുക്കുക. ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ അത് ഉപയോഗപ്പെടട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണേ. ഓക്കെ സർ, ഒരു കാര്യം പറയാനുണ്ട് സർ. ഒരു മിനിറ്റ്.